ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ റെയിൽവേയുടെ തന്നെ ഒരു മിക്സഡ് സയൻസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ എക്സാംസുകൾക്കും, റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സാംസുകൾക്കും ആയിട്ടുള്ള ഒരു മിക്സഡ് സയൻസ് സീരീസാണ്. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ എന്നുള്ള രീതിയിൽ ഒരു റിവിഷൻ സീരീസ് പോലെ തന്നെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വർക്കൗട്ട് സെഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇതിപ്പോൾ പാർട്ട് 9 ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെയർ ഗ്യാസസ് ആർ ജനറലി കെമിക്കലി ഇനേർട്ട് എന്ന് പറയാൻ കാരണം എന്ത്? റെയർ ഗ്യാസസ് എന്താണ്? റെയർ ഗ്യാസസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആയിട്ടുള്ള ആകെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? നമുക്ക് മൊത്തത്തിൽ ഗ്രൂപ്പ് 18 ആണുള്ളത്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആണ് റെയർ ഗ്യാസസ് എന്ന് പറയുന്നത്. അവരുടെ മറ്റൊരു പേര് എന്താണ്? നോബിൾ ഗ്യാസസ്, അല്ലെങ്കിൽ എന്തും പറയാം നമുക്ക് നോബിൾ ഗ്യാസസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീറോ ഗ്രൂപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ആരെ? റെയർ ഗ്യാസ് ഗ്രൂപ്പുകളെ പറയുന്നത്. കാരണം എന്താ? സീറോ ഗ്രൂപ്പ് എന്ന് പറയാൻ അവരുടെ കെമിക്കലി ഇവരെന്താണ്? ഇനാക്റ്റീവ് ആണ്, ഇവർക്ക് റിയാക്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ് അല്ലേ. ഒക്റ്ററ്റ് അവരുടെ എന്താണ്? കംപ്ലീറ്റ് ആണ്. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് അവർ എന്തെന്ന് പറയുന്നത്? കെമിക്കലി ഇനേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവർ മോണോ അറ്റോമിക് ആണോ, അത് ലോ അയണൈസേഷൻ കപ്പാസിറ്റി ആണോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയതുകൊണ്ടാണോ, അതോ ഇലക്ട്രോണിക് അഫിനിറ്റി ഉള്ളത് കൊണ്ടാണോ? ഇത്രയും പോയിന്റ്സിൽ ഏത് കാരണം കൊണ്ടാണ് അവരെ കെമിക്കലി ഇനേർട്ട് എന്ന് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കെമിക്കലി ഇനേർട്ട് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അവരുടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ്. അവർക്ക് ഒരു റിയാക്ഷനിലും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണ് അല്ലേ. നമുക്കറിയാം ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഈ പറയുന്ന നോബിൾ ഗ്യാസസിൽ വരുന്നത്. അതിൽ ഈ പറയുന്ന എല്ലാവരുടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്. നിയോൺ എന്ന് പറയുന്നത് 10 ആണ്. 2 8 എന്ന് പറയുന്നത് 8 കംപ്ലീറ്റ് ആണ്. ആർഗൺ എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെയാണ്. 2 8 8 ആണ്. 18 കംപ്ലീറ്റ് ആണ്. ഇതുപോലെ എല്ലാവരുടെയും ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് 8 ആണ്. അത് കംപ്ലീറ്റ്ലി എന്താണ്? ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട, ആരെയും കൂടെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവർ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവരെ ഇനേർട്ട് എന്ന് വിളിക്കാൻ തന്നെ കാരണം. അത് മാത്രമല്ല അവരെ സീറോ ഗ്രൂപ്പ് എന്ന് അറിയാൻ പറ്റുന്ന കാര്യം എന്താണ്? അവരുടെ കെമിക്കൽ റിയാക്ടിവിറ്റിയിൽ അവർ സീറോ ആണ്. അവർ സീറോ ആയിട്ടാണ് നിന്ന് പങ്കെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, മോണോ അറ്റോമിക് ആണോ? റെയർ ഗ്യാസസ് മോണോ അറ്റോമിക് ആണോ? ആണല്ലേ. നോബിൾ ഗ്യാസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവർ മോണോ അറ്റോമിസിറ്റി ആണ് കാണിക്കുന്നത്. മോണോ അറ്റോമിക് ആണ് അവർ അല്ലേ. മോണോ അറ്റോമിക് ആണ്. നമുക്കറിയാം അറ്റോമിസിറ്റി ഓഫ് മോളിക്യൂൾസ് നമ്മൾ പഠിക്കാറുണ്ട്. നമുക്ക് എന്തൊക്കെ അറിയാം? മോണോ ഉണ്ട്, ഡയറ്റോമിക് ഉണ്ട്, ട്രയറ്റോമിക് ഉണ്ട്, പിന്നെ എന്താണ്? പോളി അറ്റോമിക് എന്ന് പറയുന്ന ഗ്രൂപ്പും ഉണ്ട്. 3ൽ കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക്. ഒരു അറ്റമാണ് ഉള്ളെങ്കിൽ, ഒരേ ഒരു മോണോ സിംഗിൾ ആറ്റം ഓഫ് മോളിക്യൂൾ ആണ് ഉള്ളതെങ്കിൽ അതിനെ മോണോ അറ്റോമിക് വിളിക്കും. 2 ആണെങ്കിൽ ഡയറ്റോമിക്, 3 ആണെങ്കിൽ ട്രയറ്റോമിക്, 3ൽ കൂടുതൽ 4 ആണെങ്കിൽ നമുക്ക് ടെട്ര അറ്റോമിക് എന്ന് എടുത്തു പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന പോലെ ഓരോ നമ്പേഴ്സ് വെച്ച് കാൽക്കുലേറ്റും ചെയ്യാം. മോണോ അറ്റോമിക്കിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആര് തന്നെയാണ്? നോബിൾ ഗ്യാസസ് ആണ് അല്ലേ. ഈ പറയുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനൺ, റെഡോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോണോ അറ്റോമിക് ആണ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. നോബിൾ ഗ്യാസസ് ആർ മോണോ അറ്റോമിക്. പക്ഷെ ആ ഒരു റീസൺ കൊണ്ടല്ല അവർ കെമിക്കലി ഇനേർട്ട് ആവുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. ഇനി ഡയറ്റോമിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജൻ, നമ്മുടെ നൈട്രജൻ, അതുപോലെ ഓക്സിജൻ, ഇതെല്ലാം കണ്ടോ H2N2O2 എന്നുള്ള രീതിയിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്താണ്? ഡയറ്റോമിക് ആണ്. പിന്നെ ഉണ്ട് ക്ലോറിൻ 2, പിന്നെ എന്തുണ്ട്? ബ്രോമിൻ 2, അത് കഴിഞ്ഞ് എന്തുണ്ട്? അയഡിൻ 2, ഫ്ലൂറിൻ 2, ഇതെല്ലാം എന്താണ്? ഡയറ്റോമിക് ആണ്. 2ലാണ് അവരുടെ എന്തെന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി ഇരിക്കുന്നത്. അറ്റോമിസിറ്റി അനുസരിച്ചിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ശരിക്കും ഗ്യാസസ് ആണ് അല്ലെ. ഡയറ്റോമിക് ഗ്യാസസ് ആണ് ഇതെന്ന് പറയുന്നത് അവരെല്ലാവരും. ഈ ബ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബ്രോമിൻ എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് അല്ലേ. ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് ഏത്? ബ്രോമിൻ എന്ന് പറയുന്നത്. അയഡിൻ സോളിഡ് ആയിട്ടും ഉണ്ട്, ലിക്വിഡ് ആയിട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ എന്താണ്? ഗ്യാസസ് ആണ് കേട്ടോ, ഗ്യാസസ് ആണ്. ഇനി ട്രയറ്റോമിക്കിന് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓസോൺ ആണ് അല്ലേ. 3 ട്രയറ്റോമിക് ആണ്. ഓസോൺ ഉണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള അമോണിയ, NH3 കോമ്പൗണ്ട് ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ ഈ പറഞ്ഞ NH3 എന്ന് പറയുന്ന എന്ത് വാലൻസി ഗ്രൂപ്പിലാണ് വരുന്നത്? ഏത് അറ്റോമിക് ഗ്രൂപ്പിലാണ്? 3+ ഈ N-ന് എന്തുണ്ട്? ഒരു ആറ്റം ഉണ്ട്. അപ്പോൾ അത് ഏതിലേ വരത്തുള്ളൂ? പോളി അറ്റോമിക്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ടെട്രാ അറ്റോമിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. NH3 നമുക്ക് എന്തെന്ന് പറയാം? ടെട്രാ അറ്റോമിക് എന്ന് പറയാം.
ഓക്കെ, ടെട്രാ അറ്റോമിക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് P4 ആണ് കേട്ടോ. ഫോസ്ഫറസ് 4 ആണ് ടെട്രോ അറ്റോമിസിറ്റിയിൽ ഏറ്റവും ഫേമസ്. പി എന്ന് പറയുന്നത് ഫോസ്ഫറസിന്റെ 4 ആണ് കേട്ടോ. ഫോസ്ഫറസ് 4ഉം NH3 എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ NH3യും ടെട്രാ അറ്റോമിക് ആണ് കേട്ടോ. ടെട്രാ അറ്റോമിക് ആണ്. ഇവിടെ പറയുന്ന ട്രൈ അറ്റോമിക്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, H2O ഉണ്ട്. കണ്ടോ, ഇതിലെല്ലാം 3 ആണ് വരുന്നത്. ട്രൈ അറ്റോമിക് ആയിട്ടാണ് വരുന്നത്. പോളി അറ്റോമിക്കിൽ വരുന്നതാണ് NH3 അമോണിയ, ടെട്രോ അറ്റോമിക് ആണ്. P4 ഫോസ്ഫറസ് 4 എന്താണ് ടെട്രാ അറ്റോമിക് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒക്ട അറ്റോമിക് ആയിട്ടുള്ള സൾഫർ, ഒക്ടാ സൾഫർ എന്നറിയപ്പെടുന്ന S8 ആണ്. അതും എന്താണ് ഒരു ടൈപ്പ് ഓഫ് പോളി അറ്റോമിക് ആണ്. സൾഫറിന്റെ 8ാമത്തെ ഒരു അറ്റോമിസിറ്റി ഉള്ള ആളാണ് ഒക്ടാ സൾഫർ എന്ന് പറയുന്നത്. അതല്ല, ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതാണ് പറയുന്നത്. മോണോ അറ്റോമിക്കിന് എക്സാമ്പിൾ ചോദിച്ചാൽ അതാരാണ്, നമ്മുടെ ഈ പറയുന്ന ആരാണ് മോണോ അറ്റോമിക്കിന് എക്സാമ്പിൾ പറയുന്നത് നോബിൾ ഗ്യാസസിനെയാണ്. ഇനി അടുത്ത് ചോദിക്കുകയാണ്, ദേ ഹാവ് ലോ അയണൈസേഷൻ കപ്പാസിറ്റി. ലോ അയണൈസേഷൻ കപ്പാസിറ്റി ആണോ ഈ പറയുന്ന റെയർ ഗ്യാസസിന്? ലോ അയണൈസേഷൻ കപ്പാസിറ്റി ആണോ? അല്ല. അയണൈസേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് തൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ആ ഒരു എനർജിയാണ് അയണൈസേഷൻ എന്ന് വെച്ചാൽ ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ശക്തി, ആ കപ്പാസിറ്റീനെയാണ്, നമുക്ക് എനർജീനെയാണ് നമ്മൾ അയണൈസേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറയുന്ന ഹീലിയം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേർക്കും ഒക്ടറ്റ് എത്രയാണ്? 8 കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഈ 8 എണ്ണത്തിനെയും റിമൂവ് ചെയ്യണം. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. ആ 8ഉം കളയണം. ആ 8ഉം കളയുക എന്ന് പറയുന്നത് ഇതൊരു ഈസി പ്രോസസ് അല്ല. ആ 8ഉം കളയണമെങ്കിൽ ഭയങ്കരമായിട്ടും എന്ത് വേണം? അയണൈസേഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അവരെന്താണ്, ഹൈ അയണൈസേഷൻ എനർജി ഉപയോഗിച്ചാൽ മാത്രമേ ഈ 8 എണ്ണം എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ നിന്ന് മാറിപ്പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് എന്താണുള്ളത്, റെയർ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഹൈ അയണൈസേഷൻ കപ്പാസിറ്റിയാണ്. ഓക്കെ, ഹൈ അയണൈസേഷൻ കപ്പാസിറ്റിയാണ് ആർക്കുള്ളത്? ഈ പറയുന്ന നമ്മുടെ നോബിൾ ഗ്യാസസിനുള്ളത്. അതേസമയം 2, 8, 1 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാണെങ്കിൽ ഒരെണ്ണം കളയാൻ എന്താണ്, ലോ അയണൈസേഷൻ കപ്പാസിറ്റി ഉപയോഗിച്ചാൽ മതി. ലോ എനർജി ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരെണ്ണം ആരെങ്കിലും എടുത്തുകൊണ്ട് പൊയ്ക്കോളും. ആ ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പം ഈ പറയുന്ന നമ്മുടെ ഈ ഒരു നിങ്ങൾക്കറിയാം പീരിയോഡിക് ട്രെൻഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ പീരിയോഡിക് ട്രെൻഡ്സിൽ കണ്ടോ, നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടി വരും. കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ട് എത്തുമ്പോൾ ഗ്രൂപ്പ് 18 എത്തുമ്പോൾ 8 പേരിരിക്കുന്ന ആ 8 പേരെ മാറ്റാനാണ് പാട്. അപ്പം ഹൈ അയണൈസേഷൻ എനർജി ആർക്കായിരിക്കും? ഇങ്ങോട്ട് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ പീരിയോഡിക് ട്രെൻഡ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ടോപ്പ് ടു ഇപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ടോപ്പ് ടു ബോട്ടം എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ഈ കാണുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ? അയണൈസേഷൻ എനർജി ടോപ്പ് ടു ബോട്ടം എന്താണ്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മുകളിലും താഴോട്ട് വരും തോറും ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ, ഇലക്ട്രോ നെഗറ്റിവിറ്റി, മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, അറ്റോമിക് റേഡിയസ് പോലെയുള്ള പല കാര്യങ്ങളും. അതെല്ലാം നമ്മുടെ എന്താണ്, പീരിയോഡിക് ട്രെൻഡ്സ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കണം. പീരീഡ്സിൽ എങ്ങനെയാണ്, ഗ്രൂപ്പുകളിൽ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ കെമിക്കലി ഇനേർട്ട് ആവാൻ കാരണം സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. ഇനി അടുത്ത് ചോദിക്കുകയാണ്, ദേ കണ്ടെയ്ൻ ഇലക്ട്രോണിക് അഫിനിറ്റി. അവർക്ക് ഇലക്ട്രോണിക് അഫിനിറ്റി ഉണ്ടോ? ശരിക്കും നോബിൾ ഗ്യാസസിന് ഇലക്ട്രോൺ അഫിനിറ്റി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇലക്ട്രോൺസ് ഇനി അക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിൽ സ്പേസ് ഉണ്ടോ? ഇല്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ഇലക്ട്രോണിക് അഫിനിറ്റി വേണ്ട. അപ്പോൾ അവർക്ക് കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവർക്ക് എന്താണ്, 0 ഇലക്ട്രോണിക് അഫിനിറ്റിയാണ്. ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള, ഗെയിൻ ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് അഫിനിറ്റി എന്ന് പറയുന്നത്. അഫിനിറ്റി, ഇഷ്ടം, ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ഒരു ഇഷ്ടമാണ് ഇലക്ട്രോണിക് അഫിനിറ്റി. പക്ഷെ അതിന് ആവശ്യമില്ല. റെയർ ഗ്യാസസ് കംപ്ലീറ്റ് ആണ്. അവർക്ക് ഒരാളെ ഇനി അക്സെപ്റ്റ് ചെയ്യേണ്ട സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, 0 ഇലക്ട്രോണിക് അഫിനിറ്റി ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 0 ഇലക്ട്രോണിക് അഫിനിറ്റി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് നോബിൾ ഗ്യാസീസ്. നോബിൾ ഗ്യാസിന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ നമ്മുടെ പീരിയോഡിക് ട്രെൻഡ് പഠിക്കേണ്ട ആവശ്യം. നിങ്ങൾ അറിഞ്ഞിരിക്കണം അയണൈസേഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പീരീഡ് അല്ലേ. ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റോയിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ, റോ ആണ്. ലെഫ്റ്റ് ടു റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കണ്ടോ, അയണൈസേഷൻ പൊട്ടൻഷ്യൽ മാക്സിമം ഇൻ എ പീരീഡ് ആണോ, മിനിമം ഇൻ എ പീരീഡ് ആണോ? ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു, ടോപ്പ് ടു ബോട്ടം ആയിരുന്നു അല്ലേ. ടോപ്പ് ടു ബോട്ടം ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ഗ്രൂപ്പ് എന്ന് അല്ലേ, ഗ്രൂപ്പ് എന്ന്.
അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുകയുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് നിങ്ങൾ പഠിക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ പീരീഡിന് എന്താവുമെന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അയണൈസേഷൻ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഗ്രൂപ്പ് 18 എലമെൻസിനാണ്. ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുകയാണ്? പീരീഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുകയാണ്? മാക്സിമം ഇൻ എ പീരീഡ് എന്ന് വേണം പറയാൻ. എന്തെന്ന് പറയണം? മാക്സിമം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും കൂടുകയാണ്. അതിൻ്റെ അർത്ഥം മാക്സിമം ആണ്. പീരീഡിൽ മാക്സിമവും ഗ്രൂപ്പിൽ എന്താണ്? മിനിമം ആണ്. ഗ്രൂപ്പാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നേനെ? മിനിമം ഇൻ എ ഗ്രൂപ്പ് എന്ന് വന്നേനെ. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ആ ഒരു ഇലക്ട്രോണിക് അഫിനിറ്റി കണ്ടോ? ഇലക്ട്രോണിക് അഫിനിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഇപ്പുറം സൈഡ് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ. ഇങ്ങോട്ട് വരുംതോറും എന്തായിരിക്കും? ഇലക്ട്രോണിക് അഫിനിറ്റി ഇങ്ങോട്ട് വരുംതോറും കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? ഇലക്ട്രോണിക് അഫിനിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ്ലി ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ കമ്പഷൻ ഓഫ് മീഥേൻ? കമ്പഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മീഥേനെ ബേൺ ചെയ്യുകയാണ് വിത്ത് ദ പ്രസൻസ് ഓഫ് എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് നമ്മൾ ഏതെന്ന് പറയാം? ഓക്സിജൻ. കമ്പഷൻ നടക്കുന്ന വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ മീഥേനെ ബേൺ ചെയ്യുകയാണ്. ഓക്കെ, മീഥേൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു ഫ്യൂവൽ അല്ലേ? ഫ്യൂവൽ. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞപ്പം നിങ്ങൾ നോബിൾ ഗ്യാസസിൽ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹീലിയം, ആർഗൺ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇൻകാൻഡസെന്റ് ബൾബ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് കാര്യമൊക്കെ അറിയാമല്ലോ. ഫ്ലൂറസെന്റ് ലാംപ്സ്, ഇൻകാൻഡസെന്റ് ബൾബ്സിലായിരിക്കും ഈ നോബിൾ ഗ്യാസസ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയാം സെനോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രേഞ്ചർ ഗ്യാസ് ആണ്. റെഡോൺ എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി ഗ്യാസ് ആണ്, റേഡിയോ ആക്ഷൻ നടക്കുന്ന ഗ്യാസ് ആണ്. അത് കഴിയുന്ന നമ്മുടെ ക്രിപ്റ്റൺ എന്ന് പറഞ്ഞാൽ ഹിഡൻ ഗ്യാസ് ആണ്. ആ കാര്യമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഈ ഒരു കാര്യമാണ്, ബാലൻസ്ഡ് ഇക്വേഷൻ കണ്ടെത്താനാണ്. കമ്പഷൻ ഓഫ് മീഥേൻ ആണ്. മീഥേൻ എങ്ങനെയാണ്? മീഥേൻ്റെ ഫോർമുലയാണ് CH4 എന്ന് പറയുന്നത്. CH4 പ്ലസ് ഓക്സിജനിലാണ് കമ്പഷൻ ചെയ്യുന്നത്. ഓക്സിജനിൽ കമ്പഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും നമുക്കറിയാം? കാർബൺ ഡൈ ഓക്സൈഡ്. കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാണ് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിലുള്ളതിൽ ബാലൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ബാലൻസ്ഡ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കറക്റ്റ് ആൾക്കാരായിരിക്കും, എണ്ണത്തിൽ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, കാർബൺ 1 ആണുള്ളത്. കാർബൺ 1 ആണുള്ളത്. ഇവിടെ എത്രയുണ്ട്? കാർബൺ 1 തന്നെയാണുള്ളത്. ഹൈഡ്രജന്റെ കാര്യം നോക്കാം. 4 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ. ഇവിടെ എത്രയുണ്ട്? 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത് നോക്കുകയാണ്. കാർബൺ എത്രയുണ്ട്? 1 തന്നെയാണ്. 1 തന്നെയാണ്, കറക്റ്റ് ആണ്. ഇനി ഹൈഡ്രജൻ 4 ആണുള്ളത്. അപ്പുറത്ത് ഹൈഡ്രജൻ 4 ഉണ്ടോ? ഉണ്ടല്ലേ. 2 × 2 4 എന്ന് തന്നെ ഉണ്ട് അല്ലേ? 4 ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആണ്. ഇനി അടുത്ത് ഇവിടെ നോക്കുകയാണ്. ഓക്സിജൻ എത്രയുണ്ട്? 2 × 2 4 ആണുള്ളത്. അപ്പോൾ ഇപ്പുറത്ത് ഓക്സിജൻ എത്രയുണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടുത്തെ ഈ 2 എന്താണ്? കോമൺ ആണ് അല്ലേ? 2H2 എന്ന് പറയുമ്പോൾ ഈ ഒരു 2 ഇവിടെയും ബാലൻസ്ഡ് ആണ്, ഇവിടെയും ബാലൻസ്ഡ് ആണ്. അപ്പം 2 എത്രയാണ്? ഇവിടെ ഒരു ഓക്സിജൻ ഒരു 2 ഉണ്ട്. ഇവിടെ ഒരു ഓക്സിജൻ എത്രയുണ്ട്? ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4 ഓക്സിജൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2, ഇവിടുത്തെ 2. അപ്പോൾ അങ്ങനെ 4 ആയി. അപ്പോൾ അതല്ലേ ബാലൻസ്ഡ് ഇക്വേഷൻ? എല്ലാം ബാലൻസ്ഡ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. 2CH4 എന്ന് പറയുമ്പോൾ 2 C ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും 2 C വന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് എത്രയാണ്? 4 2 എത്രയാണ്? ഈ 2ഉം കൂടെ കൂട്ടണം. അപ്പം എത്രയാണ് വരുന്നത്? 8 വരും. 4 2 8 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഹൈഡ്രജൻ എത്രയേ ഉള്ളൂ? ആകെ 2 എണ്ണേ ഹൈഡ്രജൻ കൊടുത്തിട്ടുള്ളൂ. ആകെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ആ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. പിന്നെ ഇതെന്താണ്? C2H4 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടേണ്ട കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് കാർബൺ എക്സ്പ്ലെയിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് ബോൺസ് വിത്ത് അതർ എലമെന്റ്സ്? വിച്ച് പാർട്ട് ഓഫ് കാർബൺ എക്സ്പ്ലെയിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് ബോണ്ട് വിത്ത് അതർ എലമെന്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ഏത് കാർബണിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് അതിനെന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് ആ ബോണ്ട് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. എന്താണ് കാർബണിന്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് കാർബണിന് ഒരുപാട് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ലോ ബോണ്ട് എനർജി ആണോ കാർബണിന്? ലോ ബോണ്ട് എനർജി ആണോ? അല്ല. കാരണം സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് ബോണ്ട്സ്, ഒരുപാട് ബോണ്ടിങ്ങിന്. കാരണം കാർബൺ ഈ ഒരു വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു തന്നെയാണ്? ഈ ബോണ്ടിങ് കപ്പാസിറ്റി ഉണ്ട്. ഏതൊരു എലമെന്റുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള ഒരേ ഒരു ശക്തി ആർക്കുണ്ട്? കാർബണിനുണ്ട്. അതുകൊണ്ടാണ് കാർബണിന്റെ വിവിധ ഫോമാണ് എല്ലാ സാധനങ്ങളിലും യൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താണ്? ഭയങ്കര ബോണ്ടിങ് എനർജിയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ഇനി ഈ അറ്റോമിക് വെയിറ്റ് ആണോ? അതിൻ്റെ അറ്റോമിക് നമ്പർ തന്നെ നിങ്ങൾക്കറിയാം. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. അറ്റോമിക് മാസ് അപ്പോൾ എത്ര ഓട്ടോമാറ്റിക്കലി വരും? 12 അടുപ്പിച്ചാണ് നിങ്ങൾക്കറിയാം. കാർബൺ 12 ആറ്റമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് AMU കാൽക്കുലേഷനൊക്കെ. അപ്പോൾ അതെന്താണ്? ഹൈ അറ്റോമിക് വെയിറ്റ് ആണോ? അത്ര അങ്ങോട്ട് ഹൈ അല്ല അല്ലേ? അത്ര അങ്ങോട്ട് ഹൈ അല്ല. അത്യാവശ്യം ഹൈ ആണ്. ഹൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം കാർബണിന് തന്നെ എന്തൊക്കെ ഉണ്ട്? സിംഗിൾ ബോണ്ട് ഉണ്ട്,
സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെ നോക്കുമ്പം സിംഗിൾ ബോണ്ടിനെക്കാളും ഡബിൾ ബോണ്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഡബിൾ ബോണ്ടിനെക്കാളും കുറച്ചും കൂടെ വെയിറ്റ് ട്രിപ്പിൾ ബോണ്ടിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വെയിറ്റ് ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ നമ്മുടെ മാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റോമിക് വെയിറ്റ് കുറവാണ്. ഇനി അടുത്ത് ഹൈ മെറ്റാലിക് ക്യാരക്ടർ ആണോ കാർബണിന്? മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാലോ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും? ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുന്നെങ്കിൽ മെറ്റാലിക് സൈഡ്, മെറ്റൽസിന്റെ സൈഡിനായിരിക്കും മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്. ഇപ്പുറമുള്ളവർ ആരാണ്? ഗ്യാസസ് ആണ്. ഗ്യാസസിന് മെറ്റാലിക് ക്യാരക്ടർ വരുമോ? അവർ മെറ്റൽസ് പോലും അല്ല, അവർ ഗ്യാസസ് ആണ്. അവർക്ക് എന്തുണ്ട്? മെറ്റാലിക് ക്യാരക്ടർ ഇല്ല. അപ്പൊ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ആണ് അല്ലേ? കാർബൺ ഒരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഹൈ മെറ്റാലിക് ക്യാരക്ടർ ആണോ അതിന്? അല്ല. പിന്നെ നമുക്ക് അറിയാത്തൊരു ഓപ്ഷൻ ഏതുണ്ട്? സ്മോൾ അറ്റോമിക് സൈസ്. സ്മോൾ അറ്റോമിക് സൈസ് അല്ലേ? എങ്ങനെയാണ് അതറിയുക നമ്മൾ? 2, 4 അങ്ങനെയല്ലേ നമ്മുടെ കാർബൺ നിൽക്കുന്നത്? 2, 4 എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. 4 എന്ന് പറയുന്നതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ആളെന്ന് പറയുന്നത്. 4 ഇലക്ട്രോൺസ് അവർക്ക് മിച്ചമാണ്. ആ 4 ഇലക്ട്രോൺസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോസും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 4 ഇലക്ട്രോൺസ് അവർക്ക് ഗെയിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ കാർബൺ ഈ 4 എണ്ണം ഇങ്ങനെ ഉള്ളതുകൊണ്ട്, കീപ്പപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് കാർബൺ എന്ത് ചെയ്യും? കാർബണിന് 4 ഇലക്ട്രോൺസ് മിച്ചമാണ്. ഓക്കെ, 4 ഇലക്ട്രോൺസ് മിച്ചമാണ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അങ്ങനെ നിൽക്കുമ്പം ഈ 4 എണ്ണം ബാക്കി ഒരാളും കൂടെ ഷെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഷെയറിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ, അതായത് എന്ത് ബോണ്ടിങ്? കോവാലന്റ് ബോണ്ടിങ് നടക്കുവാണെങ്കിൽ ഈസി അല്ലേ? 2 പേർക്കും കിട്ടും. കാർബണിന് കംപ്ലീറ്റ്ലി ഈ 4 എണ്ണം വിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, 2ഉം കൂടെ ഒരു 4 എണ്ണം കിട്ടും എന്നുള്ള രീതിയിലിരിക്കാം. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഏതെന്ന് പറയുന്നത്? കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അയോൺസ് ഫോം ചെയ്യുക. ഒരാൾ എന്ത് ചെയ്യും? ഒരെണ്ണം കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ അക്സെപ്റ്റ് ചെയ്യും, ഒരാൾ കടം കൊടുക്കും. ആ ഒരു രീതിയിലാണ്. പ്ലസ് ആൻഡ് മൈനസ് ചാർജ് വരും. അതെല്ലാം നടക്കുന്ന ഏതിലാണ്? മെറ്റാലിക്കിലാണ് ഏറ്റവും കൂടുതൽ അയോണിക് ബോണ്ട്സുകൾ നടക്കാറുള്ളത്. Na സോഡിയം ക്ലോറൈഡ് പോലെയുള്ള കാര്യങ്ങളിൽ Na പ്ലസ് ചാർജ് ആണെങ്കിൽ Cl മൈനസ് ചാർജ്, ഒന്നിന് പ്ലസും ഒന്നിന് മൈനസും ആണെങ്കിൽ അതിനെയാണ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇവിടെ എന്താണ്? കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. മ്യൂച്വൽ ഷെയറിംഗ്. ഈ 4 എണ്ണം കാർബൺ വിട്ടും കൊടുക്കുന്നില്ല, മറ്റൊരാളുടെ 4 എണ്ണം വാങ്ങി അങ്ങ് കയ്യിൽ വയ്ക്കുന്നുമില്ല, കംപ്ലീറ്റ് ആക്കുന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. ആ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ബോണ്ട്, അല്ലെങ്കിൽ എന്ത് പറയും? കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. കാർബണിന് അപ്പം എന്താണ്? ശരിക്കും പറഞ്ഞാൽ സ്മോളർ സൈസ് ഓഫ് ആറ്റം ആണുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റ് അത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? കാർബണിന് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള ഈ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാറ്റനേഷൻ അല്ലേ? കാറ്റനേഷൻ. എത്ര വേണോ? ഇത് കാർബണിനും ഇതുപോലെ സൾഫറിന് അങ്ങനെ പലതിനും ഉണ്ട്. പക്ഷെ കാർബണിന്റെ കാറ്റനേഷൻ പ്രോപ്പർട്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാന്നുള്ളത്. എന്താണ്? ഈ ചെയിൻ ഫോം ചെയ്യാൻ പറ്റും. കാർബണിന് എത്ര ചെയിൻ വേണോ ഫോം ചെയ്യാം. ഈ പറയുന്ന Cയിൽ വേണമെങ്കിൽ ഹൈഡ്രജനെ ചേർക്കാൻ പറ്റും അല്ലേ? ബാക്കി വരുന്ന ആളിൽ നിന്ന് ഹൈഡ്രജനെ വാങ്ങിച്ചപ്പം 4 ആൾക്കാരായി, 4 ഇലക്ട്രോൺസ് വന്ന് ചേർന്നു. ഹൈഡ്രജന്റെ 4 മോളിക്യൂൾസ് വന്ന് ചേർന്നപ്പോൾ കംപ്ലീറ്റ് ആയി, കാർബൺ കംപ്ലീറ്റ് ആയി. പക്ഷെ അതൊരു പുതിയൊരു ഫോർമുലയിലേക്ക് മാറുകയാണ്. എന്തായിട്ട് മാറുകയാണ്? മീഥൈൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയിലേക്ക്. അതായത് ആൽക്കൈൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുകയാണ്? അവിടെ ഫോം ചെയ്യുകയാണ്. ഇതുപോലെ 2 കാർബൺ വരികയാണെങ്കിൽ കാർബണിന് എത്ര ചെയിൻ വേണോ ഉണ്ടാക്കാം. ഇപ്പൊ CC ഇതിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യാം? ഫോം ചെയ്യാം അല്ലേ? വീണ്ടും ഫോം ചെയ്യാം. C2H6 അതിനെന്തെന്ന് നമുക്ക് പറയാം? ഈഥെയ്ൻ എന്ന് പറയാം. ഇത് ഡബിൾ ബോണ്ട് വരുന്ന കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അതായത് Cക്ക് തന്നെ ഡബിൾ ബോണ്ട് ആവാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? C2H5 എന്ന് പറയുന്ന, C2H4 എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പ്? എഥീൻ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇത് മാറുകയാണ്. അതായത് കാർബൺ എന്തൊക്കെയായിട്ട് മാറാം? പല രീതിയിലുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്ന ലോങ് ചെയിൻസ് ഉണ്ടാക്കാനുള്ള, ലോങ് ചെയിൻസ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് പോലെയുള്ള പല സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന കാർബണിന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കാർബൺ അത്രയും എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും ഉള്ളത് കാർബണിന്റെ ഓരോ വിവിധ ഫോമുകൾ എന്ന് പറയാൻ കാരണം ഈ കാർബണിൽ നിന്നാണ് പലതും ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളൊരു പ്രോപ്പർട്ടി കൊണ്ടാണ് കേട്ടോ. ഈ പറയുന്ന നമ്മുടെ ആൽക്കഹോളിലും എന്ത് തന്നെയാണ്? ആൽക്കഹോൾ ഗ്രൂപ്പ് ഏതിലുള്ളതാണ്? കാർബണിന്റെ ഈ പറയുന്ന കോവാലന്റ് ഷെയറിംഗ് വഴി ഉണ്ടായതാണ്. OH ഗ്രൂപ്പ് അല്ലേ? OH ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കഹോൾ ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് എന്നാണ് ആൽക്കഹോൾ ഗ്രൂപ്പിനെ പറയുന്നത്. അപ്പോൾ കാർബൺ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ
എത്ര വേണോ പല വെറൈറ്റി ഓഫ് ആൾക്കാരുമായിട്ട് ഗ്രൂപ്പുകളുമായിട്ട് ഈ ചെയിൻ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഹാസ് ദ യുണീക്ക് എബിലിറ്റി ടു കമ്പൈൻ വിത്ത് അതർ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ടു പ്രൊഡ്യൂസ് ലാർജർ മോളിക്യൂൾസ്? ആര് തന്നെയാണ് ഈ ലാർജർ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ടു പ്രൊഡ്യൂസ് ലാർജർ മോളിക്യൂൾസ്? ഈ ഒരൊറ്റ ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ നമ്പർ ഓഫ് സീരീസ് ഉണ്ടാക്കാം, ബ്രാഞ്ച്ഡ് ചെയിൻസ് ഉണ്ടാക്കാം, സീരീസ് ചെയിൻ ഉണ്ടാക്കാം, അൺബ്രാഞ്ച്ഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്ലിക് ചെയിൻസുകൾ ഉണ്ടാക്കാം. ഓക്കെ, സൈക്ലിക് ചെയിൻസുകൾ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ആർക്ക് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കാർബണിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന കാർബണിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പല ചെയിൻസും ആർക്കുണ്ടാക്കാം? നമ്മുടെ കാർബണിന് ഉണ്ടാക്കാം. വേറെ ആർക്കും അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകത കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ദ പ്രസൻസ് ഓഫ് ആൻ എലമെന്റ് ഇൻ 2 or more ഫോംസ് ഇൻ വിച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ബട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം. ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ അവരെന്താണ്? ഡിഫറെൻ്റ് ആണ്. പക്ഷേ കെമിക്കലി അവർ സെയിം ആണ്. കെമിക്കൽ കോമ്പൗണ്ട്സിൽ, അതായത് ഈ പറയുന്ന കാർബണിൻ്റെ ഗ്രൂപ്പ് പോലെയുള്ള സംഭവങ്ങളിൽ അവർ സെയിം ആണ്. അതേസമയം അവരെ ഫിസിക്കലി കാണുമ്പോൾ അവരെന്താണ്? സെയിം. ഒരാളുടെ ആളാണ് ഇതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലോട്രോപ്പിക്കൽസ് എന്ന് പറയുന്നത്, അല്ലെ? അലോട്രോപ്പികൾ എന്ന് പറയുന്നത്, അലോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അലോട്രോപ്പി എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റും കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിമും ആണെങ്കിൽ അതിനെ പറയുന്നതാണ് അലോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോങ് ചെയിൻ ഉണ്ടാക്കാനുള്ള കാർബണിൻ്റെ പ്രത്യേകതയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് ബട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കാർബണിൻ്റെ അലോട്രോപ്പീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാർബണിൻ്റെ അലോട്രോപ്സ് ഒക്കെ ഏതാണ്? കാർബണിൻ്റെ അലോട്രോപ്സ് ഏതൊക്കെയാണ്? നമുക്ക് അറിയാം. ഡയമണ്ട്, ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള ഡയമണ്ട്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഗ്രാഫീൻ ഉണ്ട്. ഇതെല്ലാം കാർബണിൻ്റെ ഓരോരോ സാധനങ്ങളാണ്. ഈ പറയുന്ന ചെയിൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് കാർബൺ കൊണ്ടുണ്ടാക്കിയ കാർബണിൻ്റെ വിവിധ ഫോംസുകളാണ്, അലോട്രോപ്സുകളാണ്. കാർബൺ ആണ്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ പ്യുവറസ്റ്റ് ഫോം ഓഫ് കാർബൺ, അല്ലെങ്കിൽ പ്യുവറസ്റ്റ് ഫോം ഓഫ് എലമെന്റ് എന്നാണ് ഏതിനെ പറയുന്നത്? ഡയമണ്ടിനെ പറയുന്നത്. പ്യുവറസ്റ്റ് എലമെന്റ് എന്നാണ് ഡയമണ്ടിനെ പറയുന്നത്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും. ഈ പറയുന്ന ഗ്രാഫൈറ്റിന്റെ മറ്റൊരു പേരെന്താണ്? സോളിഡ് ലൂബ്രിക്കന്റ്, അല്ലേ? സോളിഡ് ലൂബ്രിക്കന്റ് നമ്മുടെ വെഹിക്കിൾ ഇൻഡസ്ട്രി മെഷീനറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് സോളിഡ് ലൂബ്രിക്കന്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഗ്രാഫീൻ എന്ന് പറയുന്നതും ഇതേപോലത്തെ ഒരു സാധനമാണ്. ഇനി അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ നമുക്കുള്ള വേറെ അമോർഫസ് കാർബൺ ഉണ്ട്, ക്രിസ്റ്റലൈൻ കാർബൺസ് ഉണ്ട്. അതിൽ ഏത് വരുന്നുണ്ട്? കോക്കുണ്ട്, കോളുണ്ട്, ചാർക്കോൾ ഉണ്ട്. ഇതെല്ലാം കാർബണിന്റെ ആൾക്കാരാണ്, അല്ലേ? കോക്ക്, കോള്, ചാർക്കോൾ എല്ലാം എന്താണ്? കാർബണിന്റെ ആൾക്കാരാണെന്ന് ആലോചിക്കുക. പിന്നെ ഈ പറയുന്ന ഈ ഫോമിൽ വരുന്നത് തന്നെ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രാഫീന്, പിന്നെ ഏതും കൂടെ ഉണ്ട്? നമ്മുടെ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന ബക്കി ബോൾസ്, അല്ലെങ്കിൽ ഗ്ലോബിന്റെ ഷേപ്പ് ഇരിക്കുന്ന ഫുള്ളി സൈസ്ഡ് ആയിട്ടുള്ള C60 എന്ന് പറയുന്ന 60 കാർബൺ ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഏതുണ്ട്? ഫുള്ളറീൻ ഉണ്ട്, അല്ലേ? ഫുള്ളറീൻ ഇതെല്ലാം കാർബണിന്റെ എന്താണ്? അലോട്രോപ്സുകളാണ്. ഫുള്ളറീൻ എന്ന് പറയുന്ന ബക്കി ബോൾസ് ആണ്. ബക്കി മിനിസ്റ്റർ ആണ് IT മേഖലകളിൽ യൂസ് ചെയ്യുന്ന ഗ്ലോബ് ഷേപ്പിലായിട്ടുള്ള, സർക്കുലർ ഷേപ്പിലായിട്ടുള്ള, സ്പിയർ മോഡലായിട്ടുള്ള ഫുള്ളറീൻ എന്ന് പറയും. C60 ആണ്. 60 കാർബൺ ആറ്റംസ് ആണ് അതിലുള്ളത് കേട്ടോ. 60 കാർബൺ ആറ്റം ആണുള്ളത്. അതുപോലെയാണ് ഓരോ പ്രത്യേകതകൾ. ഈ കോക്ക് എന്ന് പറയുന്നത് എന്താണ്? കോളിൽ നിന്ന് കിട്ടുന്നതാണ്. കോളിനെ ബേൺ ചെയ്യാണ്. കോൾ എന്ന് പറയുന്ന സാധനം, കോള്, പെട്രോളിയം, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നാച്ചുറൽ ഈ ഗ്യാസസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ കോളിനെ റിഫൈൻ ചെയ്തിട്ട്, അതായത് കോളിനെ ഫിൽട്ടർ ചെയ്ത് വിത്തൗട്ട് എന്താണ്? ബേൺ ചെയ്തിട്ട്, അതായത് വിത്തൗട്ട് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ ഈ കോളിനെ എടുത്ത് ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്യുവറസ്റ്റ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? കോക്ക് എന്ന് പറയുന്നത്. കാർബണിന്റെ ഒരു 70% കാർബൺ ഉള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? കോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ? ഹീറ്റിംഗ് കോൾ ഇൻ ആബ്സെൻസ് ഓഫ് എയർ. കോളിനെ ആബ്സെൻസ് ഓഫ് എയറിന്റെ ആബ്സെൻസിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിന്നെ പറയാനാണെങ്കിൽ എന്തുണ്ട്? നമ്മുടെ സോളിഡ് ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം കോൾ എന്ന് വേണമെങ്കിൽ പറയാം. സോളിഡ് ഫ്യൂവൽ ആണ്. കോക്ക് എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫ്യൂവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫ്യൂവൽ. ഈ കോക്കാണ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രൊഡ്യൂസർ ഗ്യാസ് പോലെയുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പ്രൊഡ്യൂസർ ഗ്യാസ്, ഗ്യാഷ്യസ് ഫ്യൂവൽ ആയിട്ടുള്ള വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഏതിൽ നിന്നാണ്? കോക്കിൽ നിന്നാണ് കേട്ടോ. വാട്ടർ ഗ്യാസ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നൊക്കെ പറയുന്ന ഗ്യാസ് ഉണ്ടാക്കുന്നത് കോക്കിൽ നിന്നാണ്. ഇതെല്ലാം ആരുടെ അലോട്രോപ്പാണ്? കാർബണിന്റെ അലോട്രോപ്പാണ്. കാർബണിന്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അതെല്ലാം എന്ത് ചെയ്യുന്നത്? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത് കേട്ടോ.
വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഗ്യാഷ്യസ് ഫ്യൂവൽസ്, കെമിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലൊക്കെ കെമിക്കൽസായിട്ട് മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ കോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും എന്താണ് പ്യൂറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ചാർക്കോൾ. വെള്ളത്തിലൊക്കെ വെള്ളത്തിൻ്റെ ഫിൽറ്റർ, വാട്ടർ പ്യൂരിഫിക്കേഷൻ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത് ചാർക്കോൾ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ആരുടെ അലോട്രോപ്പാണ്? കാർബണിൻ്റെ അലോട്രോപ്പാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പൈൻഡ് ഫോം ഓഫ് കാർബൺ? ഏതാണ് കമ്പൈൻഡ് ഫോം ഓഫ് കാർബൺ അല്ലാത്തത്? കമ്പൈൻഡ് ഫോം എന്ന് വെച്ചാൽ കാർബണിനെ വേറെ ആൾക്കാരുമായിട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ മാത്രമേ അതിലുള്ളൂ. അവരാരുമായിട്ട് കമ്പൈൻഡ് അല്ല, സിംഗിൾ കാർബൺസ് ആണ്. എല്ലാം കാർബണിന്റെ വകഭേദങ്ങളാണ്. അതേസമയം കമ്പൈൻഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. കാർബൺ ഇപ്പം എന്താണ് ഇപ്പോൾ പറയുന്ന അങ്ങനെയുള്ള പല സാധനം ഉണ്ടല്ലോ, കാൽഷ്യം കാർബണേറ്റ്. ഇവിടെ എന്തുണ്ട്? കാർബണേറ്റ് ഗ്രൂപ്പുമായിട്ടും അതുപോലെ തന്നെ കാൽഷ്യവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മിക്സ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളെയാണ് നമ്മൾ കമ്പൈൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിക്കുന്നതിൽ കമ്പൈൻഡ് ഫോം അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഡയമണ്ട് ആണ്. കാരണം എന്താണ്? ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അലോട്രോപ്പാണ്, കാർബൺ മാത്രമേ അതിലുള്ളൂ. ഡയമണ്ടിൻ്റെ അകത്ത് കാർബണിൻ്റെ പ്യൂറസ്റ്റ് ഫോമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഡയമണ്ടിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഡയമണ്ടിൽ ഈ ചോക്ക് എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ? കാൽഷ്യം കൂടെ അതിൽ മിക്സ്ഡ് ആണ്. മാർബിൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കാൽഷ്യത്തിന്റെ പ്രസൻസിലുള്ള മാർബിൾ തന്നെയാണ് അല്ലേ? കാൽഷ്യം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കാർബണേറ്റ് ഗ്രൂപ്പാണ് കാൽഷ്യം കാർബണേറ്റ്. ലൈം സ്റ്റോണിലൊക്കെ വരുന്നതാണ്. ഇനി അടുത്ത് ഡോളോമൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ മെഗ്നീഷ്യം കാൽഷ്യം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് അല്ലേ? സ്റ്റോൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഡോളോമൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോളോമൈറ്റ് എന്ന് പറയുന്നതാണ് കാൽഷ്യം മെഗ്നീഷ്യം കാർബണേറ്റ് എന്നാണ് പറയുന്നത്. കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ് ആണ്. അവിടെയും കാർബൺ ഉണ്ട് കേട്ടോ. കാർബണേറ്റ് എന്ന് പറയുന്നത് കാർബണിന്റെ ഗ്രൂപ്പാണ്, പക്ഷെ അതിൽ കാൽഷ്യവും മെഗ്നീഷ്യവും ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, ഡോളോമൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോം ഓഫ് കാർബൺ ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജി? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റലർജിയിൽ. മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലുകളെ മെറ്റൽ ഓറുകളിൽ നിന്ന് മാറ്റുന്ന, റിഫൈനിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റലർജിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് മെറ്റൽ ഓറായിട്ടിരിക്കുന്നു, രണ്ട് കോമ്പൗണ്ട് മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന മെറ്റലർജിയിൽ നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം, അതിൻ്റെ മെറ്റാലിക് ഫോമിലേക്ക് മാറ്റുക. ഇപ്പോൾ NaCl ആയിട്ടിരുന്ന ആ മാത്രം, സോഡിയത്തിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, കാൽഷ്യം കാർബണേറ്റ് ആയിട്ടിരുന്ന കാൽഷ്യത്തിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ാണ് മെറ്റലർജിയിൽ നടക്കുന്നത്. അപ്പോൾ ആ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതിനെയാണ് ചോദിക്കുന്നത്. ഏതിനെയാണ്? ഈ പറയുന്ന കോക്കിനെയാണ് കേട്ടോ. ഈ പറയുന്ന കോക്കിനെയാണ് അതുവേണ്ടി യൂസ് ചെയ്യുന്നത്. കോക്കിനെയാണ് കേട്ടോ. റിമൂവിങ് മെറ്റൽ ഫ്രം മെറ്റലോസ് ആർ ഡൺ ബൈ ആരാണ്? കോക്കാണ്. കോക്കിനെ കൊണ്ടിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് സബ്സ്റ്റൻസ് ആയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? പ്രോസസ്സുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പോയിന്റ്സ് അവിടെ ആലോചിക്കുക. ഓക്കെ, അത്രയും പോയിന്റ്സ് ആലോചിക്കുക. അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ ഓഫ് കോക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. കോക്കിൻ്റെ കലോറിഫിക് വാല്യൂ കൂടുതലാണ്. എഫിഷ്യൻസി കൂടുതൽ കോക്കിനാണ്. കോളിനേക്കാളും എഫിഷ്യൻസി കൂടുതൽ കോക്കിനാണ്. കലോറിഫിക് വാല്യൂ എന്ന് പറയും, അത് കൂടുതൽ കോക്കിനാണ്. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്? ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡിന്റെ കറക്റ്റ് ഓർഡർ ആണ്. ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏത് വരുന്നത്? ബേസിക് ക്യാരക്ടർ ഉള്ളത്. ബാക്കിയുള്ളവർക്ക് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബേസിക് ഓക്സൈഡ്സ് അല്ലെങ്കിൽ ബേസിക് നേച്ചർ ഉള്ളത് ആർക്കാണ്? മെറ്റൽസിനാണ്. എന്തിനാണ്? മെറ്റൽസിനാണ്. നിങ്ങൾക്കറിയാം, പീരീഡിൽ ഇങ്ങനെ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എന്താണ്? മെറ്റൽസ്. ഇതിൻ്റെ ഏകദേശം ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് പറയും. സിക്സാഗ് വേയിൽ നിൽക്കുന്നവർ എന്താണ്? മെറ്റലോയിഡ്സ്. ഈ ഒരു ഭാഗത്ത് കാണുന്ന ആൾക്കാരാണ് നോൺ മെറ്റൽസ്. അതായത് ഇവിടെ ആരാണ് കാണുന്നത്? ഗ്യാസസ് ആണ് അല്ലേ? ഗ്യാസസ് മെയിൻലി എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അതുകൊണ്ട് അവരെന്താണ്? അസിഡിക് ഇൻ നേച്ചർ ആണ്. നോൺ മെറ്റൽസ് നോർമലി എന്താണ്? അസിഡിക് ഇൻ നേച്ചർ ആണ്. മെറ്റൽസ് ആണ് ശരിക്കും ഏതെന്ന് പറയുന്നത്? ബേസിക് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആരാണ്? ആൽക്കലി മെറ്റൽസ് ആണ് അല്ലേ? ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ആൽക്കലി മെറ്റൽസ് എന്നാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് എന്താണ്? രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ പറയുന്നത് ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നാണ്. ആൽക്കലി എർത്ത് മെറ്റൽസ്, അതിൽ തന്നെ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു പ്രസൻസ് അവർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്താണ്? ആദ്യം നിൽക്കുന്ന ആൾക്കാർ ആൽക്കലി മെറ്റൽസ്. രണ്ടാമത് നിൽക്കുന്ന ഗ്രൂപ്പിന്റെ പേരാണ് എന്തോന്ന്? ആൽക്കലി എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി സോയിൽ മെറ്റൽസ് എന്ന് പറയും.
സോയിൽ മെറ്റൽസ്, സോയിൽ അല്ലെങ്കിൽ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ നോർമലി കാണിക്കുന്നത്. നടുക്ക് നിൽക്കുന്ന ഒരു സിക്സാഗ് വേയിൽ നിൽക്കുന്ന മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം കാണിക്കുന്നവരാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോറോൺ, ജെർമേനിയം, സിലിക്കൺ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് മെറ്റലോയിഡ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ആരാണ് ബേസിസിറ്റി ഉള്ള ആൾക്കാരാണ്. അവർ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ് അല്ലേ? ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് 1 ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം അല്ലേ? ഫ്രാൻഷിയം. ഓക്കെ, സീസിയം, ഫ്രാൻഷിയം. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബേസിസിറ്റി അറിയുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങോട്ട് പോകും തോറും മെറ്റാലിക് ക്യാരക്ടർ അങ്ങോട്ട് പോകും തോറും എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? നോൺ മെറ്റൽസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. മെറ്റാലിക് ക്യാരക്ടർ അങ്ങോട്ട് പോകും തോറും ഡിക്രീസ് ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ഇങ്ങോട്ട് വരും തോറും എന്ത് ചെയ്യാണ്? കൂടും, ഇൻക്രീസ് ചെയ്യാണ് മെറ്റാലിക് ക്യാരക്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഈ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ആരാണുള്ളത്? നോൺ മെറ്റൽസ് ആണ് ഇപ്പുറത്തെ സൈഡ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരും തോറും എന്ത് ചെയ്യും? ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഉള്ള ആൾക്കാരെക്കാളും ഇങ്ങോട്ട് വരും തോറും മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ആവും. അതേസമയം ടോപ്പ് ടു ബോട്ടം എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഈ 3 ആൾക്കാരുടെ ഓക്സൈഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്: ലിഥിയം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്. അവരിൽ ആരായിരിക്കും കൂടുതൽ? ഓട്ടോമാറ്റിക്കലി പൊട്ടാസ്യത്തിൻ്റെ ഓക്സൈഡിനായിരിക്കും. അതാണ് ഏതെന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ. അത് തന്നെയാണ് ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ പൊട്ടാസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് അല്ലെങ്കിൽ ബേസിസിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റൽ ഓക്സൈഡ്സ് എന്തായിരിക്കും? മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആണെങ്കിൽ നോൺ മെറ്റൽസ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി അസിഡിക് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത് വിച്ച് ഈസ് എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഈ തന്നിട്ടുള്ളതിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതെന്നാണ് ചോദിക്കുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് നമുക്കറിയാം. പ്ലാസ്റ്റിക്സ് 2 ടൈപ്പായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പ്ലാസ്റ്റിക്സിനെ 2 ടൈപ്പായിട്ടാണ് പറയുന്നത്. തെർമോപ്ലാസ്റ്റിക് എന്നും തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണോ ഇതിൻ്റെ ഷേപ്പ് മാറ്റാം. ഇതിനെ വേറെ ഷേപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഡീഫോമിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭവിക്കും. അതേസമയം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിലോ ഓൾറെഡി സെറ്റായി കഴിഞ്ഞു അല്ലേ? സെറ്റായി കഴിഞ്ഞ ഒരു സാധനത്തിനെ വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒന്നിലേക്കും അത് ചേഞ്ച് ആവില്ല. ചേഞ്ച് ആയാലും അതിൻ്റെ കൃത്യമായ ഷേപ്പ് അതിനെന്ത് ചെയ്തില്ല, ഇത് ഫോം ചെയ്തെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് 2 ടൈപ്പാണ്. തെർമോപ്ലാസ്റ്റിക്സും ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഉണ്ട്. തെർമോസെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റായി കഴിഞ്ഞു, നമുക്ക് അതിനെ വേറൊരു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം തെർമോപ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ഷേപ്പിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള സാധനമാണ്. അപ്പം നിങ്ങൾ നോർമലി കാണുന്ന പ്ലാസ്റ്റിക്സ് അപ്പോൾ എന്തായിരിക്കും? തെർമോപ്ലാസ്റ്റിക്സുകളായിരിക്കും അല്ലേ? നമ്മൾ ഈ പറയുന്ന എക്സാമ്പിൾസ് ആരൊക്കെ ഉണ്ട്? എക്സാമ്പിൾസ് PVC, പോളിയെത്തിലിൻ, അതുപോലെ പോളിസ്റ്റൈറിൻ. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ PVC ഉണ്ട്, പോളിയെത്തിലിൻ ഉണ്ട്, പോളിസ്റ്റൈറിൻ ഉണ്ട്, നൈലോൺ ഉണ്ട്, ടെട്രാ ക്ലോറൈഡ് പോലെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? PVC, പോളിയെത്തിലിൻ, നൈലോൺ, പോളിസ്റ്റൈറിൻ, നൈലോൺ, ആക്രിലിക്, ടെഫ്ലോൺ. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? തെർമോപ്ലാസ്റ്റിക്കുകളിൽ വരുന്നതാണ്. ഇത് നമുക്ക് എന്ത് വേണോ ചേഞ്ച് ചെയ്യാം. വീണ്ടും ഈ പറയുന്ന സാധാരണ നമ്മുടെ വാട്ടർ ബോട്ടിൽസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഏത് തന്നെയാണ്? PVC, പോളിയെത്തിലിൻ ഗ്രൂപ്പുകളെയാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ അതെല്ലാം ഏതിൽ വരുന്നതാണ്? തെർമോപ്ലാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ PVC, പോളിത്തീൻ, നൈലോൺ എല്ലാം എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? തെർമോപ്ലാസ്റ്റിക്കുകളാണ് PVC, പോളിയെത്തിൻ, നൈലോണൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മെലാമിൻ എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിൻ്റെ എക്സാമ്പിളുകൾ പഠിച്ചു വയ്ക്കുക. ഒന്ന് മെലാമിൻ, പിന്നെ എന്താണ്? എപ്പോക്സി റെസിൻ. ഇതെല്ലാം ഏകദേശം റെസിൻ ടൈപ്പാണ്. ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവർ റിയാക്ഷൻ ഇല്ലാത്തവരാണ്. അവരൊട്ടും റിയാക്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇതിൽ വരുന്നത്. എപ്പോക്സി റെസിൻ, മെലാമിൻ. പിന്നെ എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്? ബാക്കലൈറ്റ്. എന്തുകൊണ്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കലൈറ്റ് ഈസ് എന്താണ്?
ബാക്കലൈറ്റ് ഈസ് എ ഇൻസുലേറ്റർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഹൈ റെസിസ്റ്റൻസ് ഡ്രൈവർ ആണോ, ലോ റെസിസ്റ്റർ ഡ്രൈവർ ആണോ? ബാക്കലൈറ്റ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ്. അതെന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, അതിന് ഒരു കാര്യമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അത് ഒരു ഫോമിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചേഞ്ച് ഇല്ല. അതിൻ്റെ അർത്ഥം അവരെന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ്, കറണ്ട് കടത്തി വിടുകയോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഒന്നുമായിട്ടും റിയാക്ഷൻ നടക്കാത്ത ആൾക്കാരാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം, എന്ത് വേണോ, ഹീറ്റ് ചെയ്യാം, ബോയിൽ ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. അതേസമയം ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റബ്ബർ പോലത്തെ സാധനമാണ്. അതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ബാക്ക്ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസുലേറ്റർ ആൻഡ് ഓൾസോ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ എപ്പോക്സി റെസിൻ, ബാക്ക്ലൈറ്റ്, മെലാമിൻ, ഈ പറയുന്ന പോളിയൂറത്തേൻ ഇതും ഏതിലാണ് വരുന്നത്? പോളിയൂറിത്തൈനും ഏതിലാണ് വരുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഈ 4 എക്സാമ്പിൾസും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എപ്പോക്സി റെസിൻ, ബാക്ക്ലൈറ്റ്, പോളിയൂറിത്തൈൻ, മെലാമിൻ, ഇവരൊക്കെ എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. ഒരു ചേഞ്ച് ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ അദസീവ്സ് ആണ്. അദസീവ്സ് ഈവൻ സ്വിച്ച് ബോർഡ്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വേറെ ആരുമായിട്ട് കണ്ടക്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക്? ഇതിൽ ഏതാണ് പ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്? ഏതാണ്? പോളി എത്തിലിൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? എത്തിലിൻ ആണ് അല്ലേ? എത്തിലിൻ. ഇനി അടുത്ത് ഈ പറയുന്ന ടെഫ്ലൺ ഈസ് യൂസ്ഡ് ഇൻ കുക്കിംഗ് എക്യുപ്മെന്റ് ഇൻ എ നോൺ സ്റ്റിക്. ടെഫ്ലോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്? തെർമോ പ്ലാസ്റ്റിക് ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കുക്കിംഗ് എക്യുപ്മെന്റിൽ നോൺ സ്റ്റിക് കോട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനമാണ്. യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഡ്യൂ ടു ഇറ്റ്സ് ഇൻസുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ വയറിംഗ് എക്സെട്ര. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഈസ് എ പോളിമർ കണ്ടൈനിങ് കാർബൺ ഡാഷ് ബോണ്ടിങ് ഈസ് ഇൻവോൾവ്. കാർബണിൻ്റെ ഏത് ബോണ്ടിങ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാർബണിൻ്റെ ഏത് ബോണ്ടിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? കാർബൺ. ഇതിന് പറയുന്ന പേര് ശരിക്കും ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ ടെട്രാ ഫ്ലൂറൈഡ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് കേട്ടോ. ടെട്രാ ഫ്ലൂറൈഡ്, FL എന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ എന്താണ്? ഫ്ലൂറൈഡ് ആണ്. ഫ്ലൂറൈഡ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബോണ്ടിങ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കാർബൺ ഫ്ലൂറൈഡ് ബോണ്ടിങ്ങിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേർ ആർ ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആർ കണക്റ്റഡ്? ഇലക്ട്രിക്കൽ സ്വിച്ചസ് കണക്ട് ചെയ്യുന്നത് ഏതിലെന്നാണ് ചോദിക്കുന്നത്. ഏത് വയറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ലൈവ് വയർ ആണോ, ഗ്രൗണ്ട് വയർ ആണോ, ന്യൂട്രൽ വയർ ആണോ? ലൈവ് വയർ ആണോ, ഗ്രൗണ്ട് വയർ ആണോ, ന്യൂട്രൽ വയർ ആണോ? ഏത് വയറാണ്? നിങ്ങൾക്കറിയാം 3 ടൈപ്സ് ഓഫ് വയറാണുള്ളത്. 3 ടൈപ്സ് ഓഫ് വയേഴ്സ് ആണുള്ളത് അല്ലേ? വയേഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ കണക്ഷൻ ഡൊമസ്റ്റിക് യൂസസിനൊക്കെ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് വയറാണ്. ഏതൊക്കെയാണ്? ലൈവ് വയർ ഉണ്ട്, അത് പറയുന്ന പോലെ ഗ്രൗണ്ട് വയർ ഉണ്ട്, അത് കഴിഞ്ഞ് എന്തുണ്ട്? നമ്മുടെ ന്യൂട്രൽ വയറുണ്ട്. ലൈവ് വയറിൻ്റെ മറ്റൊരു പേരെന്താണ്? ഫേസ് വയർ അല്ലേ? ഫേസ് വയർ. ലൈവ് ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്യുന്ന സാധനമാണ് ലൈവ് വയർ. റെഡ് കളറിലുള്ളതാണ് ലൈവ് വയർ എന്ന് പറയുന്നത്. എന്തിനാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ലൈനാണ് ഇതെന്ന് പറയുന്നത്. കറണ്ട് ഏത് സമയത്തും ഫ്ലോ ചെയ്യുന്ന, അതായത് ലൈവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഫ്ലോ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ലൈവ് വയർ എന്ന് പറയുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഹൈ റെസിസ്റ്റൻസ്, ഹൈ പൊട്ടൻഷ്യലുള്ള കറണ്ട് പാസ് ചെയ്യുന്നത്. ഹൈ പൊട്ടൻഷ്യൽ കറണ്ട് പാസ് ചെയ്യുന്ന ഏതിൽ കൂടെയാണ്? 220 വോൾട്ടൊക്കെ പാസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ലൈവ് വയർ വഴിയാണ്. ലൈവ് വയറിങ്. ഇപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നിൽക്കും അല്ലേ? കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ഇതിന് ഒരു ഇതുള്ളൂ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമേ കറണ്ട് എന്ത് ചെയ്തുള്ളൂ? അതിലൂടെ പാസ് ആവുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്തുണ്ട്? അതിൽ കൂടെ കറണ്ട് പോവുമോ? ഇല്ല. ആ ഒരു രീതിക്കാണ് ലൈവ് വയർ. ഇപ്പോൾ ലൈവ് വയറിന് പകരം നമ്മൾ അതുകൊണ്ടാണ് ഇലക്ട്രിക് സ്വിച്ചസ് ഏതിൽ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? ലൈവ് വയറിലാണ് കണക്ട് ചെയ്യുന്നത്. ലൈവ് വയറിലാണ് എന്ത് കണക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് സ്വിച്ചസ് കണക്ട് ചെയ്ത് വെക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്തുണ്ട്? കറണ്ട് പാസ് ചെയ്യും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പം ലൈവ് വയറിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്തില്ല? കറണ്ടും പാസ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ ലൈവ് വയറിനെ അല്ലാതെ നമ്മളിപ്പോൾ ഗ്രൗണ്ടിലോ ന്യൂട്രൽ വയറിലാണ് കണക്ട് ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ല, നമ്മളിപ്പോൾ സ്വിച്ച് ഇട്ടാലും എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്തിരുന്നാലും എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രം കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? ലൈവ് വയർ കണക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ഗ്രൗണ്ട് അതിൽ കൂടെയാണ് ഹൈ പൊട്ടൻഷ്യൽ കറണ്ട് പോകുന്നത് കേട്ടോ, ലൈവ് വയറിൽ. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് വയർ അല്ലെങ്കിൽ എർത്ത് വയർ എന്ന് പറയുന്നത് എന്താണ്? എർത്ത്
എർത്ത് വയർ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ആണ് അല്ലെ, പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വയറാണ് എർത്ത് വയർ. അതായത് ഈ പറയുന്ന ഫോൾട്ടി ലീക്കുകൾ ഉണ്ടാവും, ഫോൾട്ടി കറണ്ടുകൾ പാസ് ചെയ്യും, അല്ലെങ്കിൽ ഈ കറണ്ട് ലീക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ കറണ്ടിന് ഈ അകത്ത് സർക്യൂട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, എക്സ്പ്ലോഷൻ നേച്ചർ കാണിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ എർത്ത് വയർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വയർ എന്ത് ചെയ്യും, അതിനെ വേറൊരു പാത്തിൽ കൂടെ കൺവേർട്ട് ചെയ്ത് അതിനെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കും. ഏതെങ്കിലും എന്ത് ചെയ്യും, ആ ഒരു ട്രാക്ക് മാറ്റി ഗ്രൗണ്ടിലേക്കായിരിക്കും ആ ട്രാക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, പോകുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ലീക്കേജ് കറണ്ടോ അല്ലെങ്കിൽ ഫോൾട്ടി കറണ്ടോ നമ്മുടെ സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ടിനെ പിടിച്ചിട്ട് വേറൊരു പാത്തിൽ കൂടെ, ആ പാത്ത് എവിടെയാണ് കണക്ട് ആവുന്നത്, ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, എർത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ ഓഫ് ആ ഒരു ഇതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫോൾട്ടി ആൻഡ് കറണ്ട് ലീക്കിനാണ് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ വയേഴ്സ് ആയിട്ടുള്ള എർത്ത് വയർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലോ ടു ദ ഗ്രൗണ്ട് ആണ് അവിടെ എന്താണ് നടക്കുന്നത്, ഫ്ലോ ടു ദ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ വയർ എന്തിനു വേണ്ടിയുള്ളതാണ്, ന്യൂട്രൽ വയർ എന്തിനു വേണ്ടിയുള്ളതാണ്, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ കംപ്ലീറ്റ് സാധനത്തിന് സർക്യൂട്ട് കംപ്ലീഷൻ ഉണ്ടാവണം. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ബാക്കി വരുന്ന കറണ്ടിനെ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരാൻ, ബാക്ക് ടു മെയിൻ പൊസിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ കംപ്ലീറ്റ് പ്രോസസ്സ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ന്യൂട്രൽ വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂട്രൽ വയർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്, ഈ പറയുന്ന സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, കം ബാക്ക് ടു ദ മെയിൻ പൊസിഷൻ, മെയിനിലേക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ആ കറണ്ടിനെ, ബാക്കിയുള്ള കറണ്ടിനെ മെയിൻ സ്ഥലത്തേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്, ഈ പറയുന്ന ന്യൂട്രൽ വയറാണ് കേട്ടോ, ന്യൂട്രൽ വയർ. അപ്പോൾ ബാക്കിയുള്ള കറണ്ടിനെയും കൂടെ ആര് കൊണ്ടുപോകും, ഈ പറയുന്ന ന്യൂട്രൽ വയർ കൊണ്ടുപോകും. അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്യാത്തത്, ഇലക്ട്രിക് സ്വിച്ചസ് കണക്ട് ചെയ്യുക. എപ്പോഴും അതിൽ കൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസിങ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ലൈവ് വയറാണ്. ഇഫ് ടു ചാർജ്ഡ് ഒബ്ജക്ട്സ് ഓഫ് ഈക്വൽ കപ്പാസിറ്റി ആർ കണക്റ്റഡ് വിത്ത് എ വയർ, രണ്ട് ചാർജ്ഡ് ഒബ്ജക്റ്റിനെ ഈക്വൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ, ഈക്വൽ കപ്പാസിറ്റി ഉള്ള രണ്ട് ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഈക്വൽ കപ്പാസിറ്റി ആണ്, ഈക്വൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ ഒരുമിച്ച് കണക്ട് ചെയ്ത് എന്ത് സംഭവിക്കും, കറണ്ട് വിൽ നോട്ട് ഫ്ലോ ആണല്ലേ, കറണ്ട് വിൽ നോട്ട് ഫ്ലോ. എങ്ങനെ സംഭവിക്കും, കാരണം എപ്പോഴും കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ആ പോയിന്റ് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ പോയിന്റ് തന്നെയാണ് ഫ്ലോ ഓഫ് കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, രണ്ട് ചാർജ്ഡ് ഒബ്ജക്റ്റിനും ഈക്വൽ കപ്പാസിറ്റി ആകുമ്പോൾ അവിടെ എന്താണ്, ന്യൂട്രൽ ആണ്, സീറോ ആണ് അവരുടെ അവിടുത്തെ ഇതെന്ന് പറയുന്നത്, കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യുന്നത്, അവിടുത്തെ ചാർജ് സീറോ ആയതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ആ കാര്യം അല്ലെങ്കിൽ കറണ്ട് ഒൺലി ഫ്ലോസ് വെൻ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. അതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. കറണ്ട് വിൽ ഒൺലി ഫ്ലോ ഇഫ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. രണ്ട് പോയിന്റ്സും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ലോ വിച്ച് റിലേറ്റ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ടു കറണ്ട് ഫ്ലോ ഈസ് കാൾഡ് the law which relates the resistance of conductor of current flow. ഏത് ലോയാണ് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടറിനെ കുറിച്ച് പറയുന്നത്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ടു കറണ്ട് ഫ്ലോയെ കുറിച്ച് പറയുന്നത് കെപ്ലേഴ്സ് ലോ ആണോ? കെപ്ലേഴ്സ് എന്താണ്, പ്ലാനറ്ററി മോഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ലോ ആണ് കെപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല, ലാംബേർട്സ് ലോ ഉണ്ട്. ലാംബേർട്സ് ലോ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ലാംബേർട്സ് ലോ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, എമൗണ്ട് ഓഫ് ലൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള അതിൻ്റെ ഇല്ലൂമിനേഷനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യമാണ് എന്ത് പറയുന്നത്, ലാംബേർട്സ് ലോ പറയുന്നത്. ഇല്ലൂമിനേഷനും അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം, എമൗണ്ട് ഓഫ് ലൈറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ലാംബേർട്സ് ലോ. അതുമല്ല, പിന്നെ എന്താണ് ലെൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ആണ് ലെൻസ് ലോ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ലെൻസ് ലോ എന്ന് പറയുന്നത്, ലെൻസിന്റെ ലോ എന്ന് പറയുന്നത്. അതേസമയം ജൂൾസ് ലോ എന്തിനെ തന്നെയാണ് പറയുന്നത്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ടു കറണ്ട് ഫ്ലോ, കറണ്ട് ഫ്ലോയിലുള്ള ഹീറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് കറണ്ടിന്റെ ഫ്ലോയിനെ കുറിച്ചാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ഒക്കെ പറയുന്നത്. അതിന്റെ എന്താണ്, H ഈക്വൽ ടു ഹീറ്റിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, I² RT എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. H ഈക്വൽ ടു I² RT. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കുക. നിങ്ങൾക്ക് പിന്നെ ഇവിടെ പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, I ഈക്വൽ ടു Q/T എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഫ്ലോ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ, എന്താണ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്, റേറ്റ് ഓഫ് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ I ഈക്വൽ ടു Q/T എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ലോ ആണ്, റെസിസ്റ്റൻസും കറണ്ട് ഫ്ലോയിനെയും പറ്റി പറയുന്ന മെയിൻ ലോ ഏതാണ്, നമ്മുടെ V ഈക്വൽ ടു IR, പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടിനെ പറ്റിയിട്ടും പറയുന്ന ഓംസ് ലോ.
ഓക്കെ, ഓംസ് ലോ ആണ് മെയിൻ ലോ. റെസിസ്റ്റൻസിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും കറണ്ടിനെയും കണക്ട് ചെയ്തിട്ടുള്ള ലോ. പക്ഷേ കറണ്ട് ഫ്ലോ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടറിൽ പറയുന്നത് ഏതിനെയാണ്? നമ്മുടെ ജൂൾസ് ലോ ആണ്. H=I²RT എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ടു കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിനെ കുറിച്ച് പറയുന്ന എൻ്റെ റെസിസ്റ്റൻസ് പറയുന്നത് ജൂൾസ് ലോയിലാണ് കേട്ടോ. ജൂൾസ് ലോ I=Q/T എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ചേഞ്ചിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഇൻ സബ്സ്റ്റൻസ് ദാറ്റ് മേക്ക് ഇറ്റ് സൂപ്പർ കണ്ടക്ടർ സബ്സ്റ്റൻസ്? എന്ത് കാര്യം ഉള്ളത് കൊണ്ടാണ് അതിനെ സൂപ്പർ കണ്ടക്ടർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? സൂപ്പർ കണ്ടക്ടർ സബ്സ്റ്റൻസ് കണ്ടക്റ്റൻസും ഉണ്ട് റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ? റെസിസ്റ്റൻസിൻ്റെ നമ്മുടെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഓം എന്ന് പറയുന്നത്. ഓം അല്ലേ? ഓം. അങ്ങനെയാണെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? സീമൻസ് ആണ് അല്ലേ? സീമൻസ് കണ്ടുപിടിച്ച ആളെ സീമൻസിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമുക്ക് മോ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. ഓമിനെ തിരിച്ചിടുന്നതാണ് കണ്ടക്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇതിൽ കൂടെ ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ എന്തിലൂടെയെങ്കിലും കറണ്ട് പാസ് ചെയ്യുന്നെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുക, കറണ്ട് അത്രയും ഫ്ലോ ചെയ്യാണ്ട് അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, അതിനെ ഒന്ന് ഡിഫർ ചെയ്യുക, അതിനെ ഒന്ന് തടസ്സപ്പെടുത്തുക, ഒബ്സ്റ്റക്കിൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത്. അതേസമയം കണ്ടക്റ്റൻസ് എന്താണ്? ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. എല്ലാത്തിനും എന്ത് ചെയ്യുന്നു? കറണ്ട് കടത്തിവിടാൻ വേണ്ടിയാണ് കണ്ടക്റ്റൻസ് സഹായിക്കുന്നത്. ആ ഒരു കാര്യമാണ് അവിടുത്തെ ഡിഫറൻസ്. സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ താഴെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ് സൂപ്പർ കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് കേട്ടോ. ലോ ടെമ്പറേച്ചർ കണ്ടക്റ്റൻസിനെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതെന്താ? ഏത് ടെമ്പറേച്ചറും കടത്തിവിടും എന്നുള്ളൊരു കാര്യമാണ് കണ്ടക്റ്റൻസിൽ പറയുന്നത്. സീമൻസ് ആണ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇനി അടുത്ത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ ആണ്. കണ്ടക്ടിവിറ്റിയുടെ എന്താണ്? സീമൻസ് പെർ മീറ്റർ ആണ്. സീമൻസ് പെർ മീറ്റർ ആണ് കണ്ടക്ടിവിറ്റിയുടെ കേട്ടോ. കണ്ടക്ടിവിറ്റിയുടെ ഓക്കെ, കണ്ടക്ടിവിറ്റിയുടെ സീമൻസ് പെർ മീറ്റർ ആണ്. ആ പോയിന്റ് ഒക്കെ ആലോചിക്കുക. ഇനി അടുത്തത് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് വാല്യൂ വെരി ലോ ആണ്, വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്, വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് 0 ആണ്. എപ്പോഴാണ് സൂപ്പർ? കാരണം കണ്ടക്റ്റൻസും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. അപ്പം ഒരു സാധനം സൂപ്പർ കണ്ടക്ടർ ആവണമെങ്കിൽ അവിടെ എന്ത് വരാൻ പാടില്ല? റെസിസ്റ്റൻസ് വരാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. കണ്ടക്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല, അത് ഉണ്ടാവില്ല. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് കറണ്ട് ആണ്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഇല്ലാതെ ആവണം. എങ്കിൽ റെസിസ്റ്റൻസ് എത്രയാവണം? 0 ആവണം. 0 ആയാലേ എന്ത് ചെയ്തോളൂ? അവിടെ സൂപ്പർ കണ്ടക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തെന്ന് പറയാൻ പറ്റും? സൂപ്പർ കണ്ടക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ആ കാര്യമാണ് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റിവിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ. ഈ പറയുന്ന റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത്? ഒരു ബോഡിയുടെ റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്? ലെങ്ത് ആണോ, മെറ്റീരിയൽ ആണോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണോ, അതോ ഓൾ ഗിവൺ ഓപ്ഷൻ ആണോ? ഏതാ വരിക? നമുക്ക് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എന്തൊക്കെയാണ്? ഏരിയ, ലെങ്ത്, സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും റെസിസ്റ്റിവിറ്റിയെ മാറ്റർ ചെയ്യുന്നില്ല. ആകെ മാറ്റർ ചെയ്യുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്. എന്താണ്? ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലിലാണോ അത് കടന്നു പോകുന്നത്, ആ കറണ്ട് കടന്നു പോകുന്നത്, ആ മെറ്റീരിയൽ മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ. എന്തുകൊണ്ട് ടെമ്പറേച്ചർ? ഈ ഓപ്ഷനിൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതും കൂടെ പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ ഇല്ല. അപ്പോൾ ടെമ്പറേച്ചറും കൂടെ ഇതിൻ്റെ എന്താണ്? ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു മാറ്റർ എന്താണ്? മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഏത് ക്ലോത്ത് അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ കൂടെയാണ് ആ കറണ്ട് പാസ് ചെയ്യുന്നതെന്നുള്ള കാര്യവും ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചർ, അതായത് ഹൈ റെസിസ്റ്റിവിറ്റി വരണമെങ്കിൽ അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ പറയുന്ന പേരെന്താണ്? സൂപ്പർ കണ്ടക്ടേഴ്സ്. അവരെന്താണ്? കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ മാത്രമാണ് ആ ഒരു കറക്റ്റ് ആ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് റെസിസ്റ്റിവിറ്റി ഇരിക്കുക കേട്ടോ. ഇനി അടുത്ത് വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ്? അതാണ് നമ്മൾ പറയുന്നത്. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, ഇതിനൊക്കെ ഓരോ ടൈപ്പ് ഓഫ് റെസിസ്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. റെസിസ്റ്റിവിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്? റെസിസ്റ്റിവിറ്റി നമ്മൾ പറഞ്ഞു, കറണ്ടിനെ കടത്തിവിടുന്ന കാര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് നമുക്കറിയാം. ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, കറണ്ട് കടത്തി വിടാത്ത ആൾക്കാർ, റബ്ബർ പോലത്തെ ഫോം മെറ്റീരിയൽസ് പോലത്തെ സാധനങ്ങളാണ് ഇൻസുലേറ്റേഴ്സ്. പിന്നെ കണ്ടക്ടേഴ്സ് ഉണ്ട്, എല്ലാത്തിനെയും കറക്റ്റ്, മെറ്റൽസ് ഒക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. കണ്ടക്ടേഴ്സ് എല്ലാത്തിനെയും കടത്തി വിടുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്.
സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ് സെമി കണ്ടക്ടർ. ജെർമേനിയം, സിലിക്കൺ പോലെയുള്ള എല്ലാവരും എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ്. അവർക്ക് രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, സെമി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി എത്രയാണെന്ന് അറിയുക. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഇൻസുലേറ്റേഴ്സിനാണ് കേട്ടോ. ഇൻസുലേറ്റേഴ്സിനാണ്. എത്രയാണ് ഇത് തന്നിക്കുന്നതിൽ ഈ പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. 10⁻12 to 10⁻17 തന്നിട്ടില്ലേ? 10⁻12 to 10⁻17 തന്നിട്ടില്ലേ? അതാണ്. പക്ഷെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സിനാണ് കൂടുതൽ റെസിസ്റ്റിവിറ്റി. 10⁻8 to 10⁻18 എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് ഏതിൽ തന്നിരിക്കുന്നത്? 10⁻12. ഇവിടെ 10⁻12 to 10⁻17 എന്നാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം പവറാണ് തന്നിരിക്കുന്നത്. 10⁻−8, 10⁻−4, 10⁻−12, -17 ഇതെല്ലാം. ഇതിൽ ഇൻസുലേറ്റേഴ്സിൻ്റെ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 10⁻8 to 10⁻18 ആണ്. ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് 10⁻12ഉം 10⁻17ഉം. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് നിങ്ങൾ പഠിക്കേണ്ട. 10⁻8നും 10⁻18നും ഇടയിലാണെങ്കിൽ അത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻−8 to 10⁻−4 എന്ന് പറയാം. 10⁻−8 to -4 ഇങ്ങനെയാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ഇൻസുലേറ്റേഴ്സിന് പകരം കണ്ടക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ഏതായിരുന്നു ഓപ്ഷൻ? ഓപ്ഷൻ സി അല്ലേ? 10⁻−8 തൊട്ട് 10⁻−4 ആണെങ്കിൽ അത് കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. അത് എന്തിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്? കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ എത്രയായിരിക്കും? ഇതിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള 10⁻−4നും 10⁻8നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സ്. ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം കണ്ടക്ടേഴ്സ് തുടങ്ങുന്നത് അതിനെന്താണ്? കണ്ടക്ടേഴ്സിന് ശരിക്കും റെസിസ്റ്റിവിറ്റി ഇല്ല. റെസിസ്റ്റിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന. അപ്പോൾ കണ്ടക്ടേഴ്സ് 10⁻−8 to 10⁻−4 ആണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കി തൊട്ടാണ് തുടങ്ങുന്നത്. 10⁻−4 തൊട്ട് 10⁻8 വരെയാണ്. അത് കഴിഞ്ഞ് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ 10⁻8 to 10⁻18 ഏറ്റവും ഹയസ്റ്റ് ആയിട്ടാണ് ഏതിനെ പറയുന്നത്? നമ്മുടെ ഇൻസുലേറ്റേഴ്സിനെ പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് അവിടെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ an object is placed in front of a concave mirror at a point between its center of curvature and focus point. Where will the image form ചെയ്യും? നമുക്കറിയാം, നമുക്ക് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാനുള്ള ഒരു പൊസിഷനും ഉണ്ട്. നമുക്ക് അവിടെ പിന്നെ അതിനുശേഷം ഒരു മിറർ വയ്ക്കും. മിറർ വെച്ചതിന് ശേഷം എവിടെയാണ് അതിൻ്റെ ഫോക്കസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഫോർമേഷൻ എവിടെയാണ് വരുന്നതെന്നുണ്ട്. ഒബ്ജക്റ്റ് വയ്ക്കുന്നു, നമ്മുടെ മിറർ അല്ലെങ്കിൽ ലെൻസ് വയ്ക്കുന്നു, എവിടെയാണ് അതിൻ്റെ ഇമേജ് ഫോർമേഷൻ? അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്, കോൺകേവിലായാലും കോൺവെക്സിലായാലും. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺകേവിന്റെ നേച്ചർ ആൻഡ് ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യനും കോൺകേവിന്റെ ആയതുകൊണ്ട് പൊസിഷൻ പഠിക്കുക, അതിൻ്റെ എന്ത് പഠിക്കുക? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പഠിക്കുക, ഇമേജിന്റെ പൊസിഷൻ പഠിക്കുക, സൈസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക, നേച്ചർ എങ്ങനെയാണെന്ന് അറിയുക. റിയൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, ഡിമിനിഷ്ഡ് ആണോ, മാഗ്നിഫൈഡ്, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചത് എവിടെയൊക്കെ വയ്ക്കുന്നതാണ്? മിറർ അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ ഇറ്റ് സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസ് പോയിന്റിനും ഇടയ്ക്ക് വെച്ചിരിക്കുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസ് പോയിന്റിനും ഇടയ്ക്ക് വെച്ചിരിക്കുന്നെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുവടാ? ബിയോണ്ട് ദ റേഡിയസ് ഓഫ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതായത് ഇപ്പുറത്ത് വരുന്നതിൻ്റെ ഈ ഒരു പോയിന്റിൻ്റെ ഇപ്പുറം ഇവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റാണ് പറയുന്നത്. ബിറ്റ്വീൻ ദ ഫോക്കസ് നമുക്കറിയാം, ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോക്കസിനും അതുപോലെ തന്നെ നമുക്കറിയാം സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിലുമാണ് ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതെവിടെ ഫോം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. എവേ ഫ്രം ദ ഇൻഫിനിറ്റി, അതായത് ശരിക്കും പറഞ്ഞാൽ ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഇൻഫിനിറ്റി. ഇപ്പുറത്തെ പൊസിഷൻ്റെ എന്തിൻ്റെ ഇടയിലായിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണ്. അതായത് ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ എപ്പോഴും പറയും. ഇപ്പുറത്തെ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ബാക്കിലായിട്ടായിരിക്കും ഇമേജ് ഫോർമേഷൻ വരുന്നത്. ബിറ്റ്വീൻ വെക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നുണ്ട്. ഇൻഫിനിറ്റിയിൽ ഇപ്പുറത്തെ സൈഡിൽ ഇൻഫിനിറ്റിയിലാണ് വെച്ചെങ്കിൽ അത് എവിടെ വരും? ഇപ്പുറം സൈഡിലുള്ള ഫോക്കസിലായിരിക്കും വന്ന് പതിക്കുന്നത്. ഫോക്കസിൽ. ഓക്കെ, ആ പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ. വേർ വിൽ ദ ഇമേജ് ഫോംഡ്, ഇങ്ങനെ വരുന്ന ഇമേജ് എവിടെ ഫോം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ലെൻസിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും നിങ്ങൾ കൃത്യമായി പഠിക്കുക.
എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. കാരണം എന്താണ്, ഏറ്റവും ബാക്കിലാണ് കിട്ടുന്നത്. ബാക്കിലോട്ട് കിട്ടും തോറും എന്താണ്, ഇമേജ് മാഗ്നിഫൈ ആയിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്തടുത്ത് കിട്ടുമ്പോൾ, ഫോക്കസിൽ കിട്ടുമ്പോൾ കണ്ടോ ഹൈലി ഡിമിനിഷ്ഡ് ആണ്, കുറച്ച് സ്പേസേ ഉള്ളൂ, അപ്പോൾ അവിടെ ഡിമിനിഷ്ഡ് ആണ്. അതേസമയം ബിറ്റ്വീൻ ഇൻഫിനിറ്റി സെന്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടും. സെന്റർ ഓഫ് കർവേച്ചർ വെച്ച് കഴിഞ്ഞാൽ സെയിം ഇമേജ് ആയിരിക്കും. അവിടെ കിട്ടിയ സെന്റർ ഓഫ് കർവേച്ചർ ഇപ്പുറത്ത് കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടെ അപ്പുറം മിറർ വയ്ക്കുന്നതിന് മുമ്പുള്ള, മിറർ വയ്ക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തും എന്ത് തന്നെയായിരിക്കും, സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആയിരിക്കും വന്ന് വീഴുന്നത്, കോൺകേവ് മിറർ ആയതുകൊണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഫോർമേഷൻ എന്ന് പറയുന്നത്, എന്തായിരിക്കും ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന സെയിം ഹൈറ്റ് ആയിരിക്കും. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്, ഫോക്കസ് പോയിന്റിനും ഇതിനും ഇടയിലാണ് സാധനം വെക്കുന്നതെങ്കിൽ എവിടെ വരും, നേരെ വന്ന് ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചറിനും ബിയോണ്ട് ആയിരിക്കും വരുന്നത്. അതാണ് നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. എൻലാർജ്ഡ് ഇമേജ് ആണ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഇൻഫിനിറ്റിക്കാണ്. ഓക്കെ, ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചോളുക. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സൺ ടു അപ്പിയർ ലോങ് സർക്കുലർ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? സർക്കുലാർ മോഡലിൽ നമുക്ക് സൺ റൈസ് ചെയ്യുന്ന സമയത്തും സൺ സെറ്റ് ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് സണ്ണിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, സർക്കുലാർ മോഡലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, സർക്കുലറായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്ത് പ്രോപ്പർട്ടി കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? റിഫ്രാക്ഷൻ ആണോ, റിഫ്ലക്ഷൻ ആണോ, സ്കാറ്ററിംഗ് ആണോ, ഡിഫ്യൂഷൻ ആണോ? എന്തുകൊണ്ടാണ്? നമുക്കറിയാം സൺ അപ്പിയർ സർക്കുലർ എപ്പോഴാണ്, ഒന്ന് സൺറൈസ് ചെയ്യുമ്പോൾ ആ ഹൊറിസോൺ ഉണ്ടല്ലേ, ആ ഹൊറിസോണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പൊങ്ങി തുടങ്ങുന്നത്. അവിടെ ആ ഹൊറിസോണ്ടൽ റീജിയൻ ഉണ്ട്. പിന്നെയാണ് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായിട്ട് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് വരണം. ആദ്യം നമ്മൾ വരുമ്പോൾ എന്താണ്, അതൊരു സർക്കുലാർ മോഡലിൽ തന്നെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്, അത് ആ ഹൊറിസോൺ പൊസിഷനിലാണ്, അതായത് അതിൻ്റെ ഡെൻസർ മീഡിയത്തിലാണ് അത് നിൽക്കുന്നത്. ഡെൻസർ മീഡിയത്തിൽ നിൽക്കുന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പതിയെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നത്. ഇതിങ്ങനെ അറ്റ്മോസ്ഫിയർ വഴിയാണ് മുകളിലോട്ട് വരുന്നത് അല്ലേ, അറ്റ്മോസ്ഫിയറിൽ ടച്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പോയിന്റിൽ നിന്ന് നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഷേപ്പിന് ഉണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് അറിയാം. ഇത് പറയുന്നത് ഏത് ആംഗിളിലാണ്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനിലാണ് അല്ലേ, റിഫ്രാക്ഷനിലാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളം, ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്, എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയമാണ്. നമ്മൾ ഒരു പേന എടുത്ത് വെള്ളത്തിൽ ഇടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ബെൻഡിങ് തോന്നുന്നു, കാരണം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് അതിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ബെൻഡിങ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഇമേജ് കറക്റ്റ് ആ ഫോർമേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സൺ ടു അപ്പിയർ ലോങ് സർക്കുലാർ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്ന് വെച്ചാൽ ആ ഹൊറിസോണിൽ അവർ ഡെൻസർ മീഡിയത്തിലാണ് നിൽക്കുന്നത്. പിന്നെ പോകുന്തോറും ആ ഒരു ബെൻഡിങ് ആണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. ആ ബെൻഡിങ് ഓഫ് മോഷനിലാണ് നമ്മുടെ എല്ലാ വ്യൂവും നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ അത്രയും ഒരു തിക്കായിട്ട് അല്ലെങ്കിൽ അത്രയും റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റാത്തത്. ഓക്കെ, ആ കാര്യം ആലോചിക്കുക. ഓക്കെ, ഈ പറയുന്ന ടൈം ഡിഫറൻസ് എത്രയെന്നും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബെൻഡിങ് ആണ്, ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് അല്ലേ, ലൈറ്റ് പാസ് ചെയ്യുന്നതിൻ്റെ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുന്ന ആ ഒരു ബോഡിയുടെ ചേഞ്ച് ഇൻ പൊസിഷനിങ് കൂടെയാണ് ഇതിൽ പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനിൽ നമ്മൾ പറയുന്നത് അല്ലേ, റിഫ്രാക്ഷൻ. ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്, ബെൻഡിങ് ഓഫ് ലൈറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ആ ബെൻഡിങ് ഓഫ് ലൈറ്റ് എത്ര മിനിറ്റിൻ്റെ ആ ഒരു ഇതിലാണ്, ടൈം ഡിഫറൻസിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, ആക്ച്വൽ പാസിംഗ് ഓഫ് സൺ ഓവർ ദ ഹൊറിസോൺ ആൻഡ് ബീങ് ഏബിൾ ടു സീ ദ ഇമേജ് ഓഫ് ഇറ്റ് ഓൺ എർത്ത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് എത്ര ആ ഒരു സ്പോട്ട് ഓഫ് ടൈം, ആ ഹൊറിസോണിൽ നിന്നിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, 2 minutes ആണ് അല്ലേ. ആ സമയത്താണ് നമുക്ക് എന്തായിട്ട് തോന്നുന്നത്, അത് ഭയങ്കര സർക്കുലറായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് സൺസെറ്റ് ഒക്കെ കാണാൻ പോകുന്നവർക്കാണെങ്കിൽ അറിയാമല്ലോ, ആദ്യം ആ ഹൊറിസോണിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് എന്തായിട്ട് തോന്നുന്നത്, ഭയങ്കര സർക്കുലറായിട്ട് തോന്നാൻ കാരണം ആ 2 minute നമുക്ക് എന്താണ്, റിഫ്രാക്ഷൻ ആ ഡെൻസർ മീഡിയത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ആ ഡെൻസർ മീഡിയത്തിൽ നിന്ന് പുതിയൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, ആ ബെൻഡിങ് കൊണ്ട് നമുക്ക് അത് അത്ര വലുതായിട്ട് തോന്നാത്തത്. ഓക്കെ, ആ 2 minute ഡിഫറൻസ് ആണ് എന്തിലുള്ളത്, ആ ആക്ച്വൽ പാസിംഗ് ടൈമിൽ നിന്നുള്ളത്, ബെൻഡിങ് വരുന്ന സമയം മൊത്തത്തിലുള്ളത് കേട്ടോ. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ എക്സാമ്പിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? ഈ തന്നിരിക്കുന്നതിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ വരാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഫോർമേഷൻ ഓഫ് റെയിൻബോ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്, റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. കാരണം നമുക്കറിയാം റെയിൻബോ നടക്കുന്ന എങ്ങനെയാണ്, റെയിൻബോയുടെ ആ ഒരു സീക്വൻസ് നടക്കുന്ന എവിടെ നിന്നാണ്, അത് നോർമൽ വാട്ടറിൻ്റെ മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ചേഞ്ച് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. അപ്പോൾ ഗ്ലാസ്സിൽ കൂടെയോ പ്രിസത്തിൽ കൂടെയോ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു സാധനം
നമ്മൾ പറയുന്ന പ്രിസം അല്ലെങ്കിൽ എന്താണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തട്ടുമ്പോൾ വാട്ടർ ഡ്രോപ്പിൽ എന്തെന്ന് പറഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന സമയത്ത് റെയിൻ ഡ്രോപ്സിൻ്റെ ഒക്കെ പ്രസൻസ് കൊണ്ട് വാട്ടറിൻ്റെ മോളിക്യൂളിലേക്ക് അതെന്താണ് ഡെൻസർ മീഡിയം, ആ മീഡിയം ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, റെയിൻബോയുടെ ഫോർമേഷൻ കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാണ്, ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഇനി അടുത്ത് ഈ പറയുന്ന ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ്, അത് ടിംഗിൾ ചെയ്യുന്ന കാണുന്ന എന്തുകൊണ്ടാണ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കുലർ സെലസ്റ്റിയൽ ബോഡിയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതിങ്ങനെ മിന്നുന്നതായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ആ ഒരു ചേഞ്ച്, ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൻബോ ഫോം ചെയ്യുന്ന എന്തുകൊണ്ടാണ്, ബെൻഡിങ് ഓഫ് ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ. അത് വാട്ടറിലോ അല്ലെങ്കിൽ പ്രസത്തിലോ ചേഞ്ച് ആകുമ്പോഴാണ് നമുക്ക് റെയിൻബോ കാണാൻ പറ്റുന്നത്. അതുപോലെ ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് അറ്റ്മോസ്ഫിയറിൽ കൂടെ അത് കടന്നു പോകുമ്പോഴാണ് നമുക്കത് സ്റ്റാർ ടിംഗിൾ ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കാണുന്നത് ഡയറക്റ്റ് അല്ലല്ലോ, ആ ഒരു അറ്റ്മോസ്ഫിയർ പല പല ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ ചേഞ്ച് കൊണ്ടാണ് നമുക്കതിൽ ബെൻഡിങ്, ആ ഒരു ഷിഫ്റ്റ് തോന്നുന്നത്. നമ്മൾ യഥാർത്ഥ പൊസിഷനിൽ നിന്ന് കുറച്ച് മാറിയാണ് എന്തിനെ കാണുന്നത്, സ്റ്റാറിനെ കാണുന്നത്. അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ആ മിന്നുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇമേജ് ഫോർമേഷൻ ബൈ ഹ്യൂമൻ ഐ, നമ്മുടെ ഹ്യൂമൻ ഐയിൽ കാണുന്ന ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്, ഡയറക്റ്റ് നമ്മളൊരു സാധനം കാണുന്നത് ഡയറക്റ്റ് റെറ്റിനയിൽ നിന്ന് ഡയറക്റ്റ് കാണുന്നതാണോ, അല്ല, നേരെ വന്ന് കോർണിയയിൽ അടിക്കുന്നു, കോർണിയ വഴി നമ്മൾ ലെൻസിലെത്തുന്നു, ലെൻസ് കഴിഞ്ഞ് വേറൊരു പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണിൽ റെറ്റിനയിൽ ആ ബെൻഡിങ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് പല പല ലെയേഴ്സിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോഴേ ആ ലെയറിങ് കറക്റ്റ് ആവുള്ളൂ. ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ആ ലെയറിങ് ബെൻഡ് ചെയ്ത് വരുമ്പോഴാണ്, ആ ലെയർ എന്ത് ചെയ്യാണ്, ബെൻഡിങ് നടക്കുന്ന സമയത്താണ് നമുക്ക് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. റെറ്റിനയിൽ എത്തുന്നതിന് മുമ്പേ ഒരു ബെൻഡിങ് നടന്നിട്ടാണ് വരുന്നത്. ഡയറക്റ്റ് ലൈറ്റ് എവിടെ എത്തുന്നു, കോർണിയയിൽ എത്തുന്നു, അതിൽ ചെന്നിട്ട് തട്ടിയിട്ട് ഒരു വളവ് വന്ന് ലെൻസിലെത്തുന്നു, ലെൻസിൽ നിന്ന് വീണ്ടും ഒരു തട്ടി ഇത് മാറിയിട്ടാണ് എന്തിൽ വരുന്നത്, നമ്മുടെ റെറ്റിനയിൽ കയറി ആ ഒരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ആലോചിക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ്റെ മെത്തേഡ്സുകളാണ്. റെയിൻബോ, ടിംഗ്ലിങ്, ഈ ഹ്യൂമൻ ഐയുടെ ഇമേജ് ഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ റെഡ് കളർ ഓഫ് സെറ്റിംഗ് സൺ, സർക്കുലാർ സൺ അല്ല, റെഡ് കളർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്തുകൊണ്ടാണ്, നമ്മുടെ സെറ്റിംഗ് സൺ, നമ്മുടെ അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ എന്തായിട്ട് ഭയങ്കര റെഡായിട്ട് കാണാൻ കാരണം എന്തുകൊണ്ടാണ്, ലൈറ്റിൻ്റെ സ്കാറ്ററിങ് കൊണ്ടാണ്. അറ്റ്മോസ്ഫിയറിൽ എല്ലാ ലൈറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റേർഡ് ആയിട്ട് പോകുന്നുണ്ട്, എല്ലാം ഒരുപോലെ നിൽക്കത്തില്ല. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് ആയിട്ടുള്ള റെഡ്, വേവ് ലെങ്ത് അറിയാമല്ലോ നിങ്ങൾക്ക്, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനാണ്, നമ്മുടെ റെഡ് കളറിനാണ്. വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് ആണ് റെഡ്. ആ റെഡിനായിരിക്കും എന്തെന്ന് പറയുന്നത്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റിംഗ്. ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് ഏതായിരിക്കും, വേവ് ലെങ്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതിനായിരിക്കും, ഈ പറയുന്ന റെഡ് ലൈറ്റിനെ ആയിരിക്കും. അതുകൊണ്ടാണ് റെഡ് കളറിൽ തന്നെ നമുക്ക് കാണുന്നത്. ബ്ലൂവിലൊന്നും കാണാത്തത് അതിനെന്താണ്, വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറേ എണ്ണം ഇങ്ങനെ ചിന്നി ചെതറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ. അതെന്ത് പ്രോസസ്സ് കൊണ്ടാണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടാണ് അത് കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെമൺ കെപ്റ്റ് ഇൻ വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ അപ്പിയേഴ്സ് ടു ബി ബിഗർ ദാൻ ഇറ്റ്സ് ആക്ച്വൽ സൈസ് വെൻ വ്യൂഡ് ഫ്രം ദ ഔട്ട്സൈഡ്. ദിസ് ഈസ് ബിക്കോസ്, ഇതാണ് പറഞ്ഞത്, നമ്മൾ പെൻസിൽ ഇട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് പുറത്തുള്ളതിനേക്കാളും വലിയ ഷേപ്പായിട്ട് തോന്നാൻ കാരണം എന്താണ്, ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലാസ് അല്ല, നമ്മൾ ഈ പറയുന്ന വാട്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെൻസർ മീഡിയം ആണ്. ശരിക്കും എയർ എന്ന് പറയുന്നത് എന്താണ്, റെയറർ മീഡിയം ആണ്. വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ വാട്ടറിനാണുള്ളത് അല്ലേ. ഡെൻസിറ്റി ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എയറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, 1.003 ആണ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 003 ആണ് റിഫ്രാക്ഷൻ്റെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് എയർ എന്ന് പറയുന്നത് 1.003ഉം വാട്ടർ എന്ന് പറയുന്നത് 1.333ഉം ആണ്. ഓക്കെ, ഇതാണ് കുറവ്. എയറിനാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കുറവ്, വാട്ടറിന് എന്താണ് കൂടുതൽ. കാരണം വാട്ടർ എന്താണ്, ഡെൻസർ മീഡിയം ആണ്. വാട്ടർ ഡെൻസറും മറ്റതെന്താണ്, റെയററുമാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനത്തിന് വെള്ളത്തിൽ ഇട്ടിട്ട് പുറത്തെടുക്കുമ്പോൾ അത് ഭയങ്കര സ്പീഡ് ഓഫ് ഇതിലാണ് പോകുന്നതെങ്കിൽ കാരണം എന്താണ്, അത് റെയറർ മീഡിയത്തിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് എന്തുകൊണ്ടാണ്, ലെമൺ കെപ്റ്റ് ഇൻ വാട്ടർ ബിഗർ ആവാൻ കാര്യം എന്ത് തന്നെയാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കൊണ്ട് തന്നെയാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് പറയാനുള്ളത് ഇവിടെ. ഓക്കെ, ആ ഒരു കാര്യമാണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ആ ലെമൺ എന്തുകൊണ്ട് വലുതായി കാണുമെന്ന് ചോദിച്ചാൽ ഡെൻസർ മീഡിയം ആയതുകൊണ്ടാണ്.
The absolute refractive index of any medium is always, absolute refractive index of any medium is always എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? നമുക്കറിയാം n ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല n ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് n ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം വാക്യൂത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ, കാരണം എപ്പോഴും അറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് കൂടുതൽ അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, ഏത് മീഡിയം ആണോ എടുക്കുന്നത്, വാട്ടർ ആയിക്കോട്ടെ ഗ്ലാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം C/V എന്നാണ് പറയുന്നത്. C/V എന്നാണ് പറയുന്നത്. മീഡിയത്തിൻ്റെയും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂത്തിനെ നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? C/V എന്നല്ല ഡിനോട്ട് ചെയ്യുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, എയർ എന്നല്ലെങ്കിൽ വാക്യൂത്തിനെന്നും പറയാം കേട്ടോ. എയർ അല്ലെങ്കിൽ വാക്യൂം എന്ന് പറയാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം ഈസ് ഓൾവേസ് എന്തായിരിക്കും? എപ്പോഴും C എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V ആണ്. താഴത്തെ മീഡിയത്തിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മോർ ദാൻ 1 ആയിരിക്കും. എപ്പോഴും ഈ പറയുന്ന അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും മോർ ദാൻ 1 ആയിരിക്കും കേട്ടോ. മോർ ദാൻ 1 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം ഈസ് ഓൾവേസ് മോർ ദാൻ 1 എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 4/3, അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു എക്വേഷൻ വെച്ച് ചെയ്യാനുള്ള മെത്തേഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ഇതിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4/3. n എന്ന് പറയുന്നത് 4/3 ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ? അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇക്വേഷൻ n ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇവിടെ മീഡിയം ഏതാണ്? വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും നമ്മൾ? n ഈക്വൽ ടു 4/3 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? n 4/3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4/3 ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാണ്? 3 × 10⁸ m/s ആണ്. എയർ അല്ലെങ്കിൽ വാക്യൂം. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ? നമുക്കറിയില്ല, V ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? V-നെ ഇങ്ങ് കൊണ്ടുപോകാം അല്ലേ? V ഈക്വൽ ടു 3 × 10⁸. ഈ 3 അവിടെ ഇങ്ങോട്ട് പോകും. × 3 ഡിവൈഡഡ് ബൈ ഈ 4 താഴെ വരും. അപ്പോൾ എന്തായി? 4 ആയി. അപ്പോൾ എത്ര വരും നമുക്ക്? 3 × 9/4 × 10⁸ എന്നുള്ള രീതിയിലല്ലേ വരുന്നത്. 10⁸ ഓൾറെഡി ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് 9/4 മാത്രം നോക്കിയാൽ മതി. എത്രയാണ്? 2.25 അല്ലേ? 2.25 അല്ലേ? 2.25 10⁸ m/s ആണ്. ഇങ്ങനെ ഇക്വേഷൻ വെച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും 3 × 10⁸ ആയിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഏതാണോ മീഡിയം അതാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ അല്ലാതെയും കണ്ടുപിടിക്കുക. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടാണ് ചോദിച്ചത് കേട്ടോ. ഇനി അതുപോലെ തന്നെ വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോവുകയാണ്. നേരെ തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. നോർമലി എന്താണ് റെയറർ മീഡിയം ആയ എയറിൽ നിന്ന് ഇതിലേക്ക് വരാൻ പോകണം ആ ബെൻഡിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേസമയം വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ, അതായത് വെള്ളത്തിൽ നിന്ന് വാട്ടർ ടു എയർ പോവുകയാണെങ്കിൽ എന്നുള്ള മീനിങ് ആണ് ചോദിക്കുന്നത്. വാട്ടർ ടു എയർ പോവുകയാണെങ്കിൽ ഇറ്റ് ബെൻസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവേ ഫ്രം ദ നോർമൽ ആൻഡ് സ്പീഡ് ഇൻക്രീസ്. ഞാൻ പറഞ്ഞു മുന്നോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ്, കുത്തനെ കൂടുകയാണ് ചെയ്യുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാണ്? 3 × 10⁸ ആണ്. അപ്പോൾ പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവേ ഫ്രം ദ നോർമൽ, നോർമലി ഈ പറയുന്ന ബെൻഡ് ഇപ്പം തിരിച്ചാണ് ചോദിച്ചത്. റെയറർ ടു ഡെൻസർ ആണ് ചോദിച്ചെങ്കിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ എന്നായിരുന്നു. ടുവേർഡ്സ് ദ നോർമൽ ആയാൽ ആ പോയിന്റിലേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ബെൻഡിങ് അറിയാൻ പറ്റുന്നത്. ടുവേർഡ്സ് ദ നോർമൽ ആയതുകൊണ്ട്. ഇത് നേരെ തിരിച്ചാകുമ്പോൾ എന്താവും? എവേ ഫ്രം ദ നോർമൽ, ഗ്ലാസ്സിൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ശരിക്കും പറഞ്ഞാൽ ബെൻഡ് ചെയ്യുന്നത് എവേ ഫ്രം ദ നോർമൽ ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റിലാണ് അത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡെൻസർ റെയറർ മീഡിയം കൊണ്ട് വരുന്ന പ്രത്യേകതയാണ് കേട്ടോ. ഇനി അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ്? കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് ആണ് കേട്ടോ. സ്റ്റാർച്ച് കംപ്ലീറ്റ്ലി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നത് സ്റ്റാർച്ചിനെയാണ്. ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഇതൊക്കെ എന്താണ്? ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്സ് പോലെയുള്ള സാധനമാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ വകഭേദങ്ങളാണ് അല്ലേ? കാർബോഹൈഡ്രേറ്റിന്റെ ടൈപ്സുകളാണ്. കാർബോഹൈഡ്രേറ്റ് അതായത് മോണോസാക്രൈഡ്സ് ആയിട്ട് ഉള്ള കാർബോഹൈഡ്രേറ്റുകളാണ് ഇതൊക്കെ. ഇതെല്ലാം ഒരു പ്ലാന്റ് ബോഡിയിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യും? അപ്പോഴപ്പോഴേ യൂസ് ചെയ്ത് കളയും. പക്ഷെ ഇവിടെ ചോദിച്ചെന്താണ്? സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കുന്നത്. ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ്
സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഏത്? അനിമൽ ടിഷ്യൂസ്. കാർബോഹൈഡ്രേറ്റ് ഇൻ ഹ്യൂമൻസ്, അനിമൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അനിമൽ സെൽസിൽ ഉപയോഗിക്കുന്നതാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ തന്നെ വേറൊരു വകഭേദമാണ് ഗ്ലൈക്കോജൻ. അത് സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഹ്യൂമൻസ് അല്ലെങ്കിൽ അനിമൽസ് ആണ് ഗ്ലൈക്കോജൻ. അതേസമയം പ്ലാന്റ്സിലായതുകൊണ്ട് അതെന്താണ്? സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് ആയിട്ടാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അനിമൽസ് ആണെങ്കിൽ അത് എന്തായിട്ട് യൂസ് ചെയ്യും? ഗ്ലൈക്കോജൻ ആയിട്ട് യൂസ് ചെയ്യും. ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. എന്താണ്? മോണോസാക്കറൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എമോങ് ദ ഫോളോയിങ് ജനറേറ്റ് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ഓൺ ഓക്സിഡേഷൻ. ഏതിനാണ് കൂടുതൽ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ഓൺ ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതിനാണ് കൂടുതൽ എനർജി കൺവേഴ്സ് ചെയ്യുക? ഇപ്പം നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലാണ് കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ എനർജി പവർ പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? നമ്മളൊക്കെ വിചാരിക്കുക ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ആണോ? അല്ല. ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് ആണ് അല്ലേ? ഫാറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. എനർജി ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. ഫാറ്റ് പിന്നെ ഒരുപാട് കഴിക്കാൻ പാടില്ല. നമുക്കൊരു 20-30% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഫാറ്റ് തന്നെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാത്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി മാക്സിമം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതിനാണ്? ഫാറ്റ്. ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ഫാറ്റി ഫുഡ്സ് കഴിക്കാൻ പോകണം നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നത്? എനർജി, ഒരുപാട് നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നത് ഫാറ്റിൻ്റെ കൺവേർഷനിലാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഇനി അടുത്ത് ആഫ്റ്റർ ഡൈജഷൻ കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു. ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് കൺവേർട്ട് ആകുമെന്നാണ് ചോദിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഡൈജഷന് ശേഷം ഓരോ സാധനങ്ങളുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, നമ്മുടെ ഫാറ്റുകളും ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ എന്തായിട്ടാണ് ചേഞ്ച് ആവുന്നത്? അമിനോ ആസിഡ്സ് ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്. പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആണെങ്കിൽ ഫാറ്റ്സ് എന്തായിട്ട് മാറും? ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത് അല്ലേ? കാർബോഹൈഡ്രേറ്റ് എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. പിന്നെ അത് എന്ത് ചെയ്യും? പൈറുവിക് ആസിഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് പിന്നത്തെ പ്രോസസ്സുകളാണ്. പക്ഷേ ഡൈജഷനിൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ചേഞ്ചസ് ഇൻറ്റു ഗ്ലൂക്കോസ്, പ്രോട്ടീൻ ചേഞ്ചസ് ഇൻറ്റു അമിനോ ആസിഡ്, ഫാറ്റ്സ് ചേഞ്ചസ് ഇൻറ്റു ഫാറ്റി ആസിഡ്സ്. ഓക്കെ, ആ പോയിന്റാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ഈ പറയുന്ന പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്നത് അമിലോസ്, അമിലോ പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. അമിലോസ്, അമിലോ പെക്റ്റിൻ എന്നൊക്കെ പറയുന്ന സ്റ്റാർച്ചുകളാണ്. 2 ടൈപ്പ് ഓഫ് സ്റ്റാർച്ച്, 2 ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ സ്റ്റാർച്ചുകൾ അമിലോസും അമിലോ പെക്റ്റിനുമാണ് കേട്ടോ. അമിലോ പെക്റ്റിൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അമിലോസും അമിലോ പെക്റ്റിനുമാണ് പ്ലാന്റ്സിൽ സ്റ്റാർച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൻസൈം ടയാലിൻ ഈസ് ഫൗണ്ട് ഇൻ. ടയാലിൻ എന്ന് പറയുന്ന എൻസൈം എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? ടയാലിൻ എന്ന് പറഞ്ഞ എൻസൈം എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? എവിടെയാണ്? ടയാലിൻ്റെ വേറൊരു പേരെന്താണ്? അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ്? സലൈവറി അമിലൈസ് ആണ് അല്ലേ? സലൈവറി അമിലൈസ് എന്ന് പറയുന്ന സാധനമാണ്. എവിടെയായിരിക്കും അപ്പോൾ ഉള്ളത്? സലൈവറി അമിലൈസ്, സലൈവ, നമ്മുടെ ബക്കൽ ക്യാവിറ്റി, മൗത്ത് ക്യാവിറ്റിയിലുള്ള സലൈവ അല്ലെങ്കിൽ എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? സലൈവറി അമിലൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് ടയാലിൻ. ഓക്കെ, ടയാലിൻ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? സലൈവ, സലൈവയിൽ കാണുന്ന എൻസൈമാണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് പാങ്ക്രിയാസിൽ കാണുന്നത്, ഗ്യാസ്ട്രിക് ജ്യൂസ് സ്റ്റൊമക്കിൽ കാണുന്നത്, ഇൻഡസ്റ്റിനൽ ജ്യൂസ് ഇൻഡസ്റ്റൈനിൽ കാണുന്നത്. ഓക്കെ ഓക്കെ, ആ പോയിന്റ്സും കൃത്യമായിട്ട് അറിയാമല്ലോ. ഇതിൽ പറയുന്ന പോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാറ്റിക് ജ്യൂസിലാണ് എന്ത് വരുന്നത്? പാങ്ക്രിയാസ് അല്ലേ? പാങ്ക്രിയാസിൽ നിന്ന് ചെയ്യുന്ന സാധനമാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ. പാങ്ക്രിയാസിലാണെങ്കിൽ ഏതൊക്കെയുണ്ട്? 3 ടൈപ്പ് ഓഫ് ഇതുമുണ്ട്. ഏതൊക്കെയാണ് നമുക്കുള്ളത്? ട്രിപ്സിൻ, ലിപ്പേസ്, അമിലേസ്. നിങ്ങൾക്കറിയാം കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയാണ്? നമ്മുടെ സലൈവറി അമിലൈസി വെച്ച്, അതായത് ബക്കൽ ക്യാവിറ്റിയിലാണ്, മൗത്തിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലേ? അതേസമയം പാങ്ക്രിയാസിലും ബാക്കി നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ ബാക്കി ഫാറ്റ്, പ്രോട്ടീനൊക്കെ ഉള്ള ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ പാങ്ക്രിയാസ് ഒരു മെയിൻ യൂണിറ്റ് ആണ്. കാരണം പാങ്ക്രിയാസിന് 3 എൻസൈംസും എന്ത് ചെയ്യാൻ പറ്റും? 3 എൻസൈംസ് ഉണ്ട്. ആ 3 എൻസൈംസും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ട്രിപ്സിൻ എന്താണ്? പ്രോട്ടീൻ്റെ മെറ്റബോളിസം അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയാണ് ട്രിപ്സിൻ യൂസ് ചെയ്യുന്നത്. പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ട്രിപ്സിൻ ഉള്ളത്. ലിപ്പേസ് എന്താണ്? ലിപ്പിഡ്, ഫാറ്റിനെ ഡീകമ്പോസ് ചെയ്യാനാണ്. അമിലൈസ് എന്തിനാണ്? അമിലൈസ് കാർബോഹൈഡ്രേറ്റിന്, അമിലൈസ് കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് 3 എൻസൈംസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പാങ്ക്രിയാസിൽ ട്രിപ്സിൻ പ്രോട്ടീന്, ലിപ്പേസ് ഫാറ്റിന്, അമിലേസ് കാർബോഹൈഡ്രേറ്റിന്, ഏറ്റവും കൂടുതൽ ട്രിപ്സിൻ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് ഈസ് സെക്രീറ്റഡ് ബൈ ദ പാങ്ക്രിയാസ്. അപ്പോൾ പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രീസ്, ട്രിപ്സിൻ. നമ്മൾ പറഞ്ഞു പ്രോട്ടീനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ് ട്രിപ്സിൻ. അതിൻ്റെ ആൻസർ അപ്പോൾ എന്താണ്? ട്രിപ്സിൻ ആണ്. ഇൻ ഹ്യൂമൻ ബോഡി ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്സ് മെയിൻലി ഒക്കോറിൻ. ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്റ്റൊമക്കിലാണോ? അല്ല. എവിടെയാണ്? ഡയറക്റ്റ് വന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വന്നിട്ട് മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കുകയുള്ളൂ. ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കാനുള്ള മെയിൻ ആൾ ഒന്ന് ബൈലാണ്. ബൈലിൻ്റെ എൻസൈംസ്, ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിൻ്റെ ജ്യൂസസ് വെച്ചിട്ടും ബൈലിൻ്റെ എൻസൈം വെച്ചിട്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ആൾക്കാരുമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്പർ, മിഡില്, ലോവർ എന്നുള്ള രീതിയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഡിയോഡിനം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫാറ്റിൻ്റെ മെറ്റബോളിസം ഫസ്റ്റ് നടക്കുന്ന ഒരു സ്റ്റേജ് ഡിയോഡിനം. അവിടെയാണ് കൂടുതലും നടക്കുന്നത് കേട്ടോ ഫാറ്റ് ഡൈജഷൻ. പിന്നെ ഏതുണ്ട്? ജജുനം. അതുപോലെ തന്നെ ഏതുണ്ട്? ഇലിയം. അപ്പോൾ ഡിയോഡിനം, ജജുനം, എലിയം. അതിൽ ഡിയോഡിനത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡൈജഷൻ നടക്കുന്നത്. പിന്നെ നടക്കുന്നത് ബൈൽ എൻസൈംസ് വെച്ചിട്ടുമാണ്. ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിൻ്റെ എൻസൈം വെച്ചിട്ടും ഫാറ്റ് ഇത് നടക്കാറുണ്ട് കേട്ടോ, ഡീകമ്പോസേഷൻ നടക്കാറുണ്ട്. ഇനി അടുത്ത കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ മൂവ്മെന്റ്സ് ഓഫ് ദ വാൾസ് ഓഫ് ഫുഡ് പൈപ്പ് ഈസ് കാൾഡ്. ദ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ മൂവ്മെന്റ്. നമ്മളിപ്പോൾ ഫുഡ് വയലിട്ട് ചവയ്ക്കുന്നു, അതിന് നമ്മുടെ പല്ലുകളെല്ലാം ടീത്ത് അത്ര യൂസ് ആക്കുന്നു. പക്ഷെ പിന്നെ ഉള്ള പ്രോസസ്സ് നമ്മുടെ അലിമെൻ്ററി കനാലിൽ കൂടെ ബാക്കിയുള്ള ഫുഡ് പോകുന്ന പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണോ? നമ്മൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായ രീതിയിൽ അരച്ചെല്ലാം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ഫുഡ് പൈപ്പ്, ഈസോഫാഗസിൽ കൂടെ ഫുഡ് കൃത്യമായി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്tomach സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തണമെങ്കിൽ ആരുടെ സഹായം കൊണ്ടാണത്? മസ്കുലാർ മൂവ്മെന്റ് കൊണ്ടാണ്. ആ മൂവ്മെന്റിനെ പറയുന്നത് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ മൂവ്മെന്റ്. സ്വന്തമായിട്ട് അതിങ്ങനെ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. കുറച്ച് ഫുഡായിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത് എന്തിൻ്റെ സഹായം കൊണ്ടാണ്? ഏത് പ്രോസസ്സാണ് അതിൻ്റെ പേര്? ഏത് മസ്കുലാർ മോഷൻ ആണത്? പെരിസ്റ്റാൾസിസ് ആണ് കേട്ടോ. പെരിസ്റ്റാൾസിസ്. ഡയസ്റ്റോളിക് എന്താണ്? ഡയസ്റ്റോളിക് എന്ന് പറയുന്ന പ്രഷർ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഡയസ്റ്റോളിക് പ്രഷറിനെ പറ്റി, ഹാർട്ടിൽ പറ്റി പറയുന്നതാണ് ഡയസ്റ്റോളിക്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക് റിലേറ്റഡ് ആണ്. ഓക്സിലേറ്ററി ചുമ്മാ പറഞ്ഞതാണ്. പെരിസ്റ്റാൾസിസ് ആണ് കറക്റ്റ് എന്തെന്ന് പറയുന്നത്? ഈസോഫാഗസിൻ്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്, മസ്കുലാർ മൂവ്മെന്റിനെ പറയുന്ന പേര്. Okay, the contraction and expansion movements of the walls of food pipe is called peristalsis, which is the only muscle found in human body that is not connected at both ends. Both ends ആയിട്ട് കണക്ട് ചെയ്യാത്ത ഹ്യൂമൻ ബോഡിയിൽ ഏത് മസ്കുലാർ പാർട്ട് എപ്പോഴും മസ്കുലാർ കണക്ട് ചെയ്യുന്ന ഒന്നീ മസിൽ ടു ബോൺ അല്ലെങ്കിൽ ബോൺ ടു ബോൺ അങ്ങനെയൊക്കെ, ബോൺ ടു ലിഗമെന്റ്, ആ ഒരു രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ മസ്കുലാർ ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബോഡി ദാറ്റ് ഇസ് നോട്ട് കണക്റ്റഡ്, ബോത്ത് എൻഡ് കണക്ട് ചെയ്യാത്ത. ഞാൻ പറഞ്ഞു ഒന്നീ ബോൺ ടു ബോൺ ആയിരിക്കും, അല്ലെങ്കിൽ ബോൺ ടു മസിൽ ആയിരിക്കും, ബോൺ ടു ലിഗമെന്റ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമായിട്ട് കണക്ട് ആയിരിക്കും ബോൺ. പക്ഷേ ബോൺ ഒരു എൻഡുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് ഏതിലെന്നാണ് ചോദിക്കുന്നത്? ബോൺ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് ഏതിലാണ്? നമ്മുടെ ടങ്ക് അല്ലേ? ടങ്കിന് ഫ്രണ്ടിൽ നമുക്ക് പോയിന്റ് ഇല്ലല്ലോ, വേറൊരു പോയിന്റ് എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരു എന്തിലെങ്കിലും കണക്റ്റഡ് ആണോ? ഏതെങ്കിലും ബോണുമായിട്ട് കണക്റ്റഡ് ആണോ? അല്ല. പക്ഷേ ശരിക്കും ഏതിലാണ് വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞൊരു ബോണുണ്ട് കേട്ടോ. ഹയോയിഡ് ബോൺ എന്ന് പറയുന്ന ഒരു ബോണുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ എന്തിന് കണക്റ്റഡ് അല്ല, വേറൊരു ബോണുമായിട്ട് കണക്റ്റഡ് അല്ല. ഈ ഹയോയിഡ് ബോണാണ് നമ്മുടെ ഈ പറയുന്ന ടങ് റീജിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എൻഡ് പോയിന്റ് ഹയോയിഡ് ബോണുമായിട്ടാണ്. ആ ഹയോയിഡ് ബോൺ വേറെ ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, ഒരു ബോണുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. ആ ഹയോയിഡ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? ടങ്ക് മാത്രമേ ഉള്ളൂ. ഇനി എനർജി റിലീസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡൈജഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് എന്താണ്? ഈ എൻഡ് ഓഫ് ഡൈജഷൻ നടക്കുന്ന സമയത്ത് എന്ത് എനർജിയാണ് മാറ്റുന്നത്? ഇത് ഇത്രയും ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നു, മെറ്റബോളിസം നടക്കുന്നു, ബ്രേക്ക് ഡൗൺ നടക്കുന്നു, ഇതിൽ എന്താണ്, ഏത് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്? കെമിക്കൽ എനർജി അല്ലേ? കെമിക്കൽ എനർജി. ഇതിൽ ഏത് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്? കെമിക്കൽ എനർജിയാണ്. ഓക്കെ, കെമിക്കൽ എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ഡൈജഷനിൽ കെമിക്കൽ എനർജിയാണ് മാറുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഹാവ് എ കമ്പാരിറ്റീവ്ലി ലോങ് ഇൻറ്റസ്റ്റൈൻ? ലോങ് ഇൻറ്റസ്റ്റൈൻ ഉള്ളത് ആർക്കാണ്? കമ്പാരിറ്റീവ്ലി ലോങ് ഇൻറ്റസ്റ്റൈൻ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? മനുഷ്യർക്കാണ്. നമുക്ക് ഉള്ള
നമുക്ക് എന്താണ് ഡൈജഷൻ നടക്കാൻ ഒരുപാട് എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്താണ് പല ടൈപ്പ് ഓഫ് ഫുഡ്സ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോങ് ഇൻറ്റസ്റ്റൈൻ വരേണ്ടത്? ഹെർബിവോറൽ ഗ്രൂപ്പ്സിനല്ലേ. ഹെർബിവോർസിന് അത്രയും ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും ഡൈജഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഗ്രൈൻഡിങ് പ്രോസസ്സ് ആവശ്യമുള്ള ഫുഡുകളാണ് അവർ കഴിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻറ്റസ്റ്റൈൻ എന്താണ്, കുറച്ച് വലുതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കാർണിവോറസ് ആരാണ്, ഈ തന്നിരിക്കുന്നതിൽ ഹെർബിവോറസ് ആരാണ്? റാബിറ്റ് ആണ് അല്ലേ. റാബിറ്റിൻ്റെതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. കാരണം കാർണിവോറസിന് എന്തുണ്ട്, എല്ലാ ഫുഡും കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഡൈജഷൻ പോസിബിൾ ആണ്. പക്ഷേ ഇവരെന്താണ്, ഹെർബിവോറസ് ആയതുകൊണ്ട് അവർക്ക് ലോങ് ഇൻറ്റസ്റ്റൈൻ്റെ ആവശ്യം ഉണ്ട്. ഓക്കെ. In human beings, excretory products in the form of soluble nitrogen compounds are removed by the dash in the kidneys. In human beings, excretory products soluble nitrogen compounds are removed. ഇതായിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇൻ ദ കിഡ്നീസ്. കിഡ്നീസിൽ നിന്ന് നമ്മുടെ നൈട്രജൻ കോമ്പൗണ്ട്സ്, ബ്ലഡിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ്, വേണ്ടാത്ത എലമെൻസുകളുണ്ടല്ലോ, അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏത് എലമെന്റ് ആണ്? മൈറ്റോകോൺട്രിയ ആണോ? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? പവർ ഹൗസ് ഓഫ് സെൽ അല്ലെങ്കിൽ എനർജി കറൻസി ഓഫ് സെൽ എന്ന് പറയുന്ന ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ അല്ലേ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആള്. ഓക്കെ. ഇതിന്റെ അകത്ത് എന്തുണ്ട്? മൈറ്റോകോൺട്രിയയുടെ ബോഡിക്കകത്ത് ഒരു ഇതെന്താണ്, അകത്ത് കാണുന്ന ഇതുണ്ട്, കുറെ ജെല്ലി സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ. മാട്രിക്സ് എന്നും പുറത്ത് കാണുന്ന ആളിനെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ക്രിസ്റ്റേ ഈ പുറത്തുള്ള ആ ലെയറിനെ, ഉള്ളിലുള്ള ആ ഒരു ഫസ്റ്റ് ലെയറിനെയാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ജെല്ലി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് പോർഷനെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയാണ് എനർജി കറൻസി സെൽ എന്ന് പറയുന്നത്, പവർ ഹൗസ് ഓഫ് സെൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ചോദിച്ചു, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിനെ മാറ്റുന്ന ആരാണ്? നെഫ്രോൺസ് ആണ് അല്ലേ. നെഫ്രോൺസുകളാണ് എന്ത് ചെയ്യുന്നത്? കിഡ്നി ഇതിൻ്റെ അകത്തുള്ള കുറേ നെഫ്രോൺസ്, ബ്രാഞ്ചഡ് ആയിട്ടുള്ള കുറേ നെഫ്രോൺസുകളാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ഈ പറയുന്ന നൈട്രജൻ കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത് കേട്ടോ. റിമൂവ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ. ആ പോയിന്റ് ആലോചിക്കുക. ഇനി അടുത്ത്, വിച്ച് ആർ ഫ്ലഷി ട്യൂബ്സ് ദാറ്റ് അലോ ടു മൂവ് യൂറിൻ ഫ്രം ദ കിഡ്നീസ് ടുവാർഡ്സ് ദ ബ്ലാഡർ. യൂറിനെ കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള ഫിൽട്രേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം എന്താണ്? ഈ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ് ആണ്. ശരിക്കും ഈ കിഡ്നീസ് വർക്ക് ചെയ്യുന്നെങ്കിൽ നെഫ്രോൺസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. സ്ട്രക്ചറൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ യൂണിറ്റ്സ് എന്ന് പറയും. ഈ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന നെഫ്രോൺസ് ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന യൂറിനെയൊക്കെ എന്ത് ചെയ്യണം? നേരെ നമുക്ക് യൂറിനറി ബ്ലാഡറിലേക്ക് കൊണ്ടെത്തിക്കണ്ടേ? ഓക്കെ. കിഡ്നീസ് ടുവാർഡ്സ് ദ ബ്ലാഡർ. ഏത് ഫ്ലഷി ട്യൂബ്സ് ആണ് അതിന് വേണ്ടി സഹായിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന യൂറിൻസിനെയൊക്കെ എന്ത് ചെയ്യണം? യൂറിനറി ബ്ലാഡറിൽ എത്തിക്കണം. കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് യൂറിനറി ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ലോങ് ട്യൂബ്സിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ ലോങ് ട്യൂബ്സ് കണ്ടോ, ഈ ലോങ് ട്യൂബ്സ്, ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ കാണുന്നുണ്ടോ? യുറീറ്റർ. എന്താണ്? യുറീറ്റർ എന്നാണ് കേട്ടോ. യുറീറ്റർ. ഓക്കെ. യുറീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ. യുറീറ്റർ, റീനൽ പെൽവിസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത്, വാസ്റ്റ് ഡിഫറൻസ് യുണൈറ്റ്സ് വിത്ത് ദ ട്യൂബ് കമ്മിങ് ഫ്രം ഡാഷ് ടു ഫോം എ കോമൺ പാസേജ് കാൾഡ് യുറീത്ര. ഈ പാസേജ് കണ്ടോ? യുറീത്ര എൻഡ് പോയിന്റ് ആണ്. യൂറിനറി ബ്ലാഡറിന്റെ എൻഡ് പോയിന്റ് ആണ് യുറീത്ര. ഇത് വാസ്റ്റ് ഡിഫറൻസ് യുണൈറ്റ് ചെയ്യുന്നത്. വാസ്റ്റ് ഡിഫറൻസ് ആരുടെ യൂണിറ്റ് ആണ്? സ്പേം ഡക്റ്റ് യൂണിറ്റ് ആണ്. മെയിലിലുള്ളതാണ് വാസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. സ്പേംസ് റിലീസ് ചെയ്യുന്ന സ്ഥലമാണ് വാസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ വാസ്റ്റ് ഡിഫറൻസ് യുറീത്രയുമായിട്ട് കോമൺ പാസേജ് എവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ്? യുറീത്ര എവിടെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ? ഈ പറയുന്ന ബ്ലാഡറിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ റീജിയൻ. ബ്ലാഡർ എന്ന് പറഞ്ഞാൽ യൂറിനറി ബ്ലാഡറാണ്. ആ ബ്ലാഡറിന്റെ ഏറ്റവും ടിപ്പ് പോർഷൻ, ഏറ്റവും എൻഡ് പോർഷനാണ് യുറീത്ര എന്ന് പറയുന്നത്. ഈ യുറീത്ര എന്തുമായിട്ടാണ് നേരെ ചെന്ന് കണക്ട് ആവുന്നത്? വാസ്റ്റ് ഡിഫറൻസ്, മെയിലിന്റെ വാസ്റ്റ് ഡിഫറൻസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സ്പേം റിലീസ് ചെയ്യുന്ന വാസ്റ്റ് ഡിഫറൻസുമായിട്ടാണ് കണക്ട്. അപ്പം ആ പോർഷൻ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞാൽ ബ്ലാഡറിലെ യുറീത്രയും അതുപോലെ തന്നെ വാസ്റ്റ് ഡിഫറൻസുമായിട്ടാണ് അത് തമ്മിൽ കണക്ഷൻ. ഇതിൻ്റെ എൻഡ് പോയിന്റ് ഈ പറഞ്ഞില്ലേ നമ്മൾ, കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്കുള്ള കണക്ഷനാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന യുറീറ്റർ എന്ന് പറയുന്നത്. അതേസമയം യുറീത്ര എന്ന് പറയുന്നത് എൻഡ് പോയിന്റ് ആണ്. അതാണ് ബാക്കിയുള്ള നമ്മുടെ ഡക്റ്റുകളിലേക്ക് ചേഞ്ച്, ആ വാസ്റ്റ് ഡിഫറൻസ് പോലെയുള്ള ഡക്റ്റുകളിലേക്ക് എന്തുണ്ട് വരുന്നത്? സ്പേം ഡക്റ്റിലേക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ്. ബ്ലാഡറിൻ്റെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള യുറീത്രയിൽ നിന്നാണ്. ഓക്കെ. The kidneys are not only the excretory organ but also complementary to
കിഡ്നീസ് ആർ നോട്ട് ഓൺലി, കിഡ്നീസ് ആണ് നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് അല്ലേ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ, നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ദ ബോഡി ആണ് ഇത് കിഡ്നികൾ എന്ന് പറയുന്നത്. ആ കിഡ്നി അല്ലാണ്ട് അതിന് കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളും കൂടെ ഉണ്ട്, കിഡ്നിയെ പോലെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കിഡ്നിയെ പോലെ ഇങ്ങനത്തെ നൈട്രോജിനസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വേണ്ടെന്ന് ബ്ലഡിൽ നിന്ന് ഊറ്റിയെടുത്ത് ഫിൽറ്റർ ചെയ്യുന്ന ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അത് ആരാണ്? ലിവർ ആണ് അല്ലേ, ലിവർ ആണ്. ലിവറിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും നമ്മുടെ ഈ എക്സ്ക്രീറ്ററി യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്, മേജർ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിയ, ഏതാണ്? യൂറിയയെ എടുക്കുന്നതും ആര് തന്നെയാണ്? യൂറിയേനെ എടുക്കുന്നതും ലിവറാണ് യൂറിയയെ ഡീകമ്പോസ് ചെയ്തെടുക്കുന്ന, ബ്ലഡിലുള്ള നൈട്രോജനസ് വേസ്റ്റിനെ ഫിൽറ്റർ ചെയ്ത് അത് യൂറിയയ്ക്ക് മാറ്റി അതിനെ യൂറിനറി ബ്ലാഡറിൽ എത്തിച്ച് യൂറിൻ വഴി അത് പാസ് ചെയ്ത് കളയുന്നത് ആരാണ്? ഈ പറയുന്ന ലിവറിൻ്റെ ഒരു ഫങ്ഷനിങ് ആണ് കേട്ടോ. അപ്പോൾ കിഡ്നീസും ലിവറും ഒരു കോംപ്ലിമെൻ്ററി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതായത് വേണ്ടാത്ത മെറ്റീരിയൽസിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നത് ഈ പറയുന്ന മേജർ ലിവറും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. എക്സ്ക്രീറ്റ് വേസ്റ്റ് ഫ്രം ബോഡിയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഫംഗ്ഷൻ. ഇനി അടുത്ത, ഇൻ വിച്ച് ഡിസീസ് ട്രീറ്റ്മെൻറ്റ് ഡയാലിസിസ് ഇൻവോൾവ്? ഡയാലിസിസ് ഇൻവോൾവ് ചെയ്യുന്ന ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? ഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതിൻ്റെ മീനിങ് എന്തിലുണ്ട്? റീനൽ ഫെയിലുവർ. കിഡ്നി എന്ന് ഡയറക്റ്റ് തരാതെ റീനൽ ഫെയിലുവർ എന്ന് പറഞ്ഞ് ചോദിച്ചു. റീനൽ ഫെയിലുവർ ആണ് കറക്റ്റ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോമ്പൗണ്ട് ദാറ്റ് ഫോം കിഡ്നി സ്റ്റോൺസ്? കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ കാരണമാവുന്ന ഏറ്റവും മെയിൻ കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിക്കുന്നത്. കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിലുള്ളതിൽ ആകെ നമുക്ക് ഇപ്പം ബാക്കിയുള്ള കോമ്പൗണ്ട് അറിയില്ലെങ്കിലും കാൽഷ്യമാണ് ഒരു വൈറ്റ് ഒരു സ്റ്റോൺ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് ആണ് കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാക്കുന്നത്. കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സുകളാണ് സ്റ്റോൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാൽഷ്യം ഓക്സലേറ്റ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ റിവൈസ് ചെയ്യുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത സീരീസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.